ഇനി ക്ലാസ്സിലോട്ട് പോവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എഴുതിയെടുക്കാനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ എഴുതിയെടുക്കുക. അത് കൂടാണ്ട് കുറച്ച്, അതായത് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ വർഷവും ചോദിച്ച് കാണുന്ന പാറ്റേൺസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ഡേ ആയിരിക്കും ഡിസ്കസ്. ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ആൻസർ പേപ്പർ എടുത്തിട്ട് ഓരോ ആൻസേഴ്സിന് നമുക്ക് എത്ര അട്രാക്റ്റീവ് ആയിട്ട് എഴുതാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഡേ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുക. ഈ 2 ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ദിവസം നമുക്ക് മാക്സിമം ഗ്രാമർ കവർ ചെയ്യാൻ നോക്കാം. അത് കൂടാണ്ട് അനലിറ്റിക്കൽ പാരഗ്രാഫ്, അങ്ങനത്തെ കുറച്ചധികം പാരഗ്രാഫുകൾ ഇല്ല, ഉണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ, സോ അതൊക്കെ നമുക്ക് എത്ര അതിമനോഹരമായിട്ട് എഴുതാൻ പറ്റും, അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സും കാച്ചി ആയിട്ടുള്ള വേർഡിങ്സ് ഒക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം, ഇനി ഡിലേ ആക്കണ്ടല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ യു ഓൾ നോ. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് ഗ്രാമർ ഉണ്ട്, ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ഇൻ ടോട്ടൽ പഠിക്കാനായിട്ട്? ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 ടെക്സ്റ്റ് ബുക്കിലെയും ചാപ്റ്റേഴ്സ് ആണ് ഫോക്കസ്. എത്ര ഉണ്ട് നമുക്ക് ടോട്ടൽ പഠിക്കാനായിട്ട്? യെസ്, ഒരാൾ വിളിച്ചേ സർ. നവൽ. എത്ര ചാപ്റ്റർ ഉണ്ട് നവല് പഠിക്കാനായിട്ട്? ഒന്ന് പറഞ്ഞേ, ഒരു ഏകദേശം. 18 എന്ന്, 32 എണ്ണം എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ. 32 എണ്ണോളം ഉണ്ട്. ബിക്കോസ് 2 ചാപ്റ്റേഴ്സിലെയും എടുത്ത് നോക്കുമ്പോൾ 32 സംതിങ് ഉണ്ട്, 30 സംതിങ് ഉണ്ട്. ബിക്കോസ് ഞാൻ അതിന്റെ മെറ്റീരിയൽ ഉണ്ടാക്കിയപ്പോൾ ഐ ഡു റിമെമ്പർ 30 അതോ 20 സംതിങ് എത്രയോ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഇപ്പോഴേ ഞാൻ പറയാണ്, ഇന്നേ തുടങ്ങി ഒരു 3-4 ചാപ്റ്റർ വെച്ച് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കാണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോവാൻ റെഡി ആയി നിൽക്കുകയാണെങ്കിൽ അത് വേണ്ട. ഓക്കെ, പ്രോപ്പർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഹോൾഡ് നിങ്ങൾക്ക് വേണം. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയില്ല. ആൻഡ് ഇംഗ്ലീഷ് ഡെഫിനറ്റ്ലി നമുക്ക് നമ്മുടെ രീതിക്ക് ആൻസേഴ്സിനെ മോൾഡ് ചെയ്യാൻ പറ്റും. സോ തീർച്ചയായിട്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു ചാപ്റ്റർ ഒരു പ്രാവശ്യമെങ്കിലും പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ബിക്കോസ് നമ്മൾക്ക് ചിലപ്പോൾ ആ എൻഡ് ടൈമിൽ വായിച്ച കാര്യങ്ങൾ നമുക്ക് എക്സാമിൽ എഴുതാനായിട്ട് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. അതായത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുറച്ച് കോട്ടിങ്സ് ഒക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് വരെ നമുക്ക് എടുത്ത് എഴുതാം. അതൊക്കെ നമ്മുടെ ആൻസേഴ്സിനെ കുറച്ചും കൂടെ അടിപൊളിയാക്കും. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ തന്നെ വായിച്ച് നൈസായിട്ട് തുടങ്ങാം. 2-3 ചാപ്റ്റർക്ക് ഇപ്പോൾ ക്ലാസ് 8:30 കഴിയുകയാണെങ്കിലും നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ടൈം ഉണ്ട്, നിങ്ങൾ ബെഡിൽ കിടന്ന് വായിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഓക്കെ, പക്ഷെ വായിക്കണം, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കുറെ അധികം ഡിസ്കോഴ്സസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രാമർ പോർഷൻ വരുന്നുണ്ട്. പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ 20 മാർക്ക് ഡയറക്റ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അതുകൊണ്ട് തന്നെ CBSEക്ക് അറിയാം, CBSE ബോർഡിന് അറിയാം, വളരെ ഈസി ആയിട്ട് അവർ അങ്ങനെ 20 മാർക്ക് സ്കോർ ചെയ്യണ്ട എന്നുള്ളൊരു മൈൻഡിലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരിടുക. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മൾ കുറച്ചും കൂടെ ടൈം അവിടെ എക്സിക്യൂട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് ആൻസേഴ്സിന് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡാറ്റ കാണിച്ച്. അതെന്താണ്? ബിക്കോസ് നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ റീഡിങ്, നമ്മൾ റീഡ് ചെയ്തിട്ട് എത്രത്തോളം നമ്മൾ ക്യാച്ച് ചെയ്യുന്നുണ്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അറ്റ് എ ടൈം റീഡ് ചെയ്ത് നമുക്ക് മാക്സിമം അക്യൂർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റഫ്ലി റീഡ് ചെയ്ത് പോകും, പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കും, വീണ്ടും നമ്മൾ വായിക്കും, സമയം പോകുന്നുണ്ട്, നമുക്ക് ചിലപ്പോൾ 20 മാർക്സ് കംപ്ലീറ്റ്ലി കിട്ടാനും ചാൻസ് കുറവാണ്. സോ അതിൻ്റെ ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം എങ്ങനെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ നോക്കും. ഗ്രാമർ നോക്കും, റൈറ്റിംഗ് സ്കിൽസ് നോക്കും, ആൻഡ് ഏറ്റവും അവസാനം ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ആണ്. കൂടുതലും ചാപ്റ്റേഴ്സ് 40 മാർക്കിൽ ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാം. അതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അനലിറ്റിക്കൽ പാരഗ്രാഫിൽ നിന്നാണ്. ഓക്കെ, ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് പതിയെ പതിയെ പഠിച്ചു പോവാം, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാം. സോ അനലിറ്റിക്കൽ പാരഗ്രാഫ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമ്മള് റെഡി അല്ലേ? ഓക്കെ അല്ലേ? ക്ഷീണുണ്ടോ ആർക്കെങ്കിലും? എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നതിന്റെ ക്ഷീണം ഉണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. ഉണ്ട്, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാമ്പൊക്കെ തരാം. ഓക്കെ, ഉണ്ട്. ഹന്നാമേരി അല്ലേ സർ അത്? യെസ്, ഹന്നാമേരി. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നല്ലോ ക്ലാസ് കേട്ടിട്ട്, ദൈവമേ. ഓക്കെ, യെസ്. അപ്പോൾ എന്നെ അറിയാത്തവരില്ല ഉണ്ടോ? എന്നെ അറിയാത്തവര് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ കാണിക്കാം. ഹന്നയ്ക്ക് എന്നെ അറിയില്ല അല്ലേ? ഓക്കെ, സോ എൻ്റെ പേര് പാർവതി എന്നാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇംഗ്ലീഷ് വേറെ സ്ഥലത്ത് ഹിന്ദിയുമാണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇവർക്ക് ഹിന്ദിയും എടുത്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ എടുക്കുന്നത് ഇംഗ്ലീഷാണ്. ഓക്കെ,
ഇംഗ്ലീഷിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ 3 days ക്ലാസ് ആണ്, നമുക്ക് 3 ദിവസമായിട്ടാണ് ക്ലാസ് വരുന്നത്. രാവിലത്തെ ടൈം ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ പഠിച്ച് വായിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാണ്ട് വെറുതെ നിങ്ങൾ 3 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പോവരുത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇസ് വെൽ ആൻഡ് ഗുഡ്, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എക്സാമിന് ടോപ്പ് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഇംഗ്ലീഷിൽ അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല ഇംഗ്ലീഷിൽ ടോപ്പ് മാർക്ക് സ്കോർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രം അനലിറ്റിക്കൽ പാരഗ്രാഫ്. അനലിറ്റിക്കൽ പാരഗ്രാഫ് എഴുതുന്നതിൻ്റെതായിട്ടുള്ളൊരു ഫോർമാറ്റ് ഉണ്ട്. നമുക്കിത് വേണ്ട, നമുക്ക് ടൈറ്റിൽ വേണ്ട. ഓക്കെ, വെറുതെ ടൈറ്റിൽ എഴുതി സമയം കളയരുത്. നമ്മൾ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അനലിറ്റിക്കൽ പാരഗ്രാഫ് എഴുതാൻ. ഓക്കെ, പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു മൈൻഡിൽ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് എനിവൺ, എന്താണ് പാരഗ്രാഫിന്റെ സ്പെഷ്യാലിറ്റി, എന്താണ് ഫീച്ചേഴ്സ്? ഒരാളെ വിളിച്ച സാർ എന്താണ് പാരഗ്രാഫ്, നമ്മൾ പറയാണ് റീഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ഇത് എൻഡ് പോയിന്റ് ആണെന്ന് അറിയാം. അപ്പൊ എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി? യെസ്, ഡാൻ സെബാസ്റ്റ്യൻ. ഉറക്കം വരുമോ ബെഡിലിരുന്നാല്? ഡാൻ ഉറക്കം വരുമോ ഡാന്? ഇല്ല, പിന്നെയാണ് മനസ്സിലായത് ഡാൻ ബെഡിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണെന്ന്. ഓക്കെ, അപ്പൊ നോ പ്രോബ്ലം. അപ്പൊ ഡാൻ പറഞ്ഞോളൂ, എന്താണ് വാട്ട് ഈസ് എ പാരഗ്രാഫ് അക്കോർഡിംഗ് ടു യു? So paragraph is something that we write line by line. Yes, exactly. Very good. നമ്മൾ ലൈൻ ബൈ ലൈൻ, അതായത് ഒരു ലൈൻ സ്പേസ് ഇൻ ബിറ്റ്വീൻ വിടാണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലൈൻസിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെന്റൻസുകളെയാണ് നമ്മൾ എന്ത് പറയും, നമ്മൾ ഈ പാരഗ്രാഫ് എന്ന് പറയുന്നത്. സോ തുടക്കത്തിൽ നമ്മൾ കണ്ടു അനലിറ്റിക്കൽ പാരഗ്രാഫ്. അപ്പോൾ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ നമ്മൾ ഒരൊറ്റ കൂട്ടമായിട്ടാണ് സ്റ്റേറ്റ്മെന്റുകൾ എഴുതുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഞാനിവിടെ പറയാണ് ഇൻട്രൊഡക്ഷൻ 2 to 3 ലൈൻ എഴുതണം, ബോഡി 5 to 6 ലൈൻസ്, കൺക്ലൂഷൻ വീണ്ടും 2 to 3 ലൈൻ, കുറെ എഴുതി സമയം കളയരുത്. ഓക്കെ, ഇപ്പൊ സ്റ്റേറ്റിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ്, അവർ എഴുതുന്ന രീതിക്ക് അനുസരിച്ച് അല്ല എഴുതുന്ന കണ്ടന്റ് അനുസരിച്ച് അവർ മാർക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ CBSE അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ഇല്ല നമ്മളോട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് ആവശ്യമില്ലാണ്ട് കുറെ എഴുതി കൂട്ടാൻ നിൽക്കരുത്. ബിക്കോസ് അവിടെ നമ്മുടെ സമയം നഷ്ടപ്പെടും, അതുപോലെ തന്നെ വെറുതെ നമ്മുടെ എനർജിയും പോകും അവിടെ. ഓക്കെ, സോ പറയുന്ന അത്രയും പോയിന്റുകൾ, പറയുന്ന അത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയത് അവസാനിപ്പിക്കുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് വാട്ട് എവർ യു ആർ റൈറ്റിംഗ് ഇറ്റ് ഷുഡ് ഇംപ്രസ് ദ എക്സാമിനർ. നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ്, അത് ചെക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് ഇംപ്രസ് ചെയ്യിക്കണം നിങ്ങൾ എന്തൊരു കാര്യം എഴുതിയാലും. സോ അങ്ങനെ ഇംപ്രസ് ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ടുവേർഡ്സ് ദ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ സോൾവ് ചെയ്യും. ഓക്കെ ആണെങ്കിൽ 2 തമ്പ് ഒന്ന് സ്ക്രീനിൽ കാണിച്ച് ഓക്കെ ആണെങ്കിൽ, ഇപ്പൊ വെറുതെ പഠിച്ച് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് രസം ഉണ്ടാവില്ല. നമുക്ക് കൂടെ എക്സസൈസ് ചെയ്ത് പോവാം. ഇപ്പൊ നോട്ട്ബുക്ക് ഒന്നും എടുക്കാൻ ആരും പോകണ്ട, ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു നോട്ട്ബുക്ക്, ഒരു റഫ് നോട്ട് എടുത്തിട്ട് വന്നിരിക്കാം. അപ്പോൾ ഇത് മറക്കരുത്, നമുക്ക് ടൈറ്റിൽ വേണ്ട. വി കൻ സ്റ്റാർട്ട് ഓഫ് ഫ്രം ദി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ബോഡി വേണം, ബോഡി കഴിഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷൻ വേണം. ഓക്കെ, ഇനി നമ്മൾ അടുത്തയിലോട്ട് പോകുമ്പോൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നമുക്ക് എങ്ങനെയൊക്കെ ഒരു എങ്ങനെയൊക്കെ നമുക്കൊരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നോക്കിക്കോളൂട്ടെ, ഇതിൽ കൂടുതൽ 2 to 3 ലൈൻസ് ഇസ് മോർ ദാൻ എനഫ്. ഇൻട്രൊഡക്ഷൻ 3 ലൈൻസ് വേണം, കൺക്ലൂഷൻ 3 ലൈൻസ് വേണം, അത് കൂടാണ്ട് ബോഡി 6 ലൈൻസ്. ടോട്ടൽ പറയുകയാണെങ്കിൽ 12 to 14 ലൈൻസിനുള്ള നമ്മുടെ അനലിറ്റിക് പാരഗ്രാഫ് കംപ്ലീറ്റ് ആകണം. ഒരു പേജ് ഒന്നും എഴുതി തീർക്കരുത്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പൊ എൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എഴുതി, അപ്പൊ എൻ്റെ പേജ് പകുതി വെച്ച് നിന്നു, അപ്പൊ എനിക്കൊരു സങ്കടമാണ്. അത് കംപ്ലീറ്റ് ആക്കാം, അല്ല അടുത്ത ക്വസ്റ്റൻ ഇവിടെ നമ്മൾ കുത്തിക്കീറ്റിയാൽ രസം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ പേജ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കും. അത് വേണ്ട, കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ടു ദ പോയിന്റ് നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ആക്കുക. ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. ഓക്കെ, അപ്പോൾ 12 to 14 ലൈൻസിൽ എന്ത് ചെയ്യുക, അനലിറ്റിക് പാരഗ്രാഫ് എഴുതി കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, പക്ഷെ ഇൻട്രൊഡക്ഷൻ വേണം, കൺക്ലൂഷൻ വേണം, എന്താണ് കണ്ടന്റ് എന്നുള്ളത് ബോഡി ഓഫ് ദി ദാറ്റ് പാരഗ്രാഫ്, ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ആണ് അവർ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. ഡയറക്റ്റ് നമ്മൾ ആ ഒരു പോയിന്റിലോട്ട് വന്നോ, അതോ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണോ ആ പോയിന്റിലോട്ട് വന്നത്, അത് കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും ഒരു കൺക്ലൂഷൻ, അതായത് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ നമ്മൾ ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇൻവിജിലേറ്റേഴ്സ് നോക്കുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി എല്ലാവരും അത് കംപ്ലീറ്റ്ലി വായിച്ചൊന്നും നോക്കില്ല, പക്ഷേ നമ്മൾ എഴുതുന്ന സ്ട്രക്ചർ അവർ നോക്കും, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കും. സോ നല്ല രീതിക്ക് തന്നെ പേപ്പർ ഭയങ്കര പ്രസന്റബിൾ ആയിരിക്കണം. അല്ലാണ്ട് വെറുതെ ഇംഗ്ലീഷ് പെട്ടെന്ന് എഴുതണം. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഭയങ്കര സ്ലോലി ഭയങ്കര ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എഴുതി, അവസാനമായപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ലിറ്ററേച്ചർ പാർട്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ സ്ക്രിബിൾ ചെയ്ത് എഴുതുന്നു. അപ്പൊ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കുറച്ചും കൂടെ മോശമാവുന്നില്ല. തുടക്കം തുടങ്ങി അവസാനം വരെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഷുഡ് ബി സെയിം. അല്ലാണ്ട് വെറുതെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യരുത്, നമ്മൾ അത് എഴുതരുത്. ഓക്കെ,
അപ്പൊ ഈ ഒരു കണ്ടന്റ് എത്ര വേണം എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഡാറ്റ കണ്ടന്റ് എത്ര വേണം? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇനി പോവാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, ചിലപ്പോൾ നമ്മൾക്ക് അനലിറ്റിക് പാരഗ്രാഫ് കൊടുക്കാൻ ഒരു ടേബിൾ ആയിരിക്കും തന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു ചാർട്ട് ആയിരിക്കും, ഓക്കെ, ചിലപ്പോൾ ഒരു ഡാറ്റ ആയിരിക്കും, ചിലപ്പോൾ ഒരു പൈ ചാർട്ട് ആയിരിക്കും. സോ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വേരിയേഷൻസ് ഡിപ്പെൻസ് അപ്പോൺ ടു ദി സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. കുറേ സെറ്റുകൾ ഉണ്ടാവും, പല സെറ്റിൽ ചിലപ്പോൾ പലതായിരിക്കും. അപ്പോൾ ടേബിൾ ആണെങ്കിൽ വി കൻ സ്റ്റാർട്ട് ദി അബൌട്ട് ടേബിൾ സജസ്റ്റ്. ഓക്കെ, ചാർട്ട് ആണെങ്കിൽ നമുക്ക് പറയാം ദി അബൌട്ട് ചാർട്ട്, ദ ചാർട്ട് ഗിവൻ അബൌട്ട് ഡിസ്ക്രൈബ്സ്. ഓക്കെ, നമ്മൾ തുടക്കം തന്നെ നമ്മൾ പറയരുത് ദി പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഇസ് ദിസ് അല്ല, നമ്മൾ ആ ഒരു ടേബിൾ അല്ലെങ്കിൽ ആ ഒരു പൈ ചാർട്ടിൽ നിന്ന് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു അനലിറ്റിക് പാരഗ്രാഫ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ എന്തൊക്കെയായാലും എന്ത് ചെയ്യാം, എന്തൊക്കെയായാലും നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ എന്താ ചെയ്യേണ്ടത്, ആ ഒരു തുടക്കം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതായത് ആ ഒരു ഡാറ്റ, അതായത് നമ്മൾ ഏത് ഡാറ്റ നോക്കിയാണോ നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത്, ആ ഡാറ്റ നമ്മൾ നല്ലോണം പഠിച്ചു എന്ന് എന്ത് ചെയ്യണം, ആ ഒരു ഇൻവിജിലേറ്റർ അല്ല ആ ഒരു എക്സാമിന് ഉറപ്പ് വരുത്തണം. അപ്പൊ തുടക്കത്തിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഇന്ന ടേബിളിൽ നിന്ന് ഐ എം ഗെറ്റിംഗ് ദിസ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ദി അബൌട്ട് ടേബിൾ സജസ്റ്റ്, ദ ഗിവൻ ടേബിൾ സജസ്റ്റ്, ദ പൈ ചാർട്ട് ഇല്ലുസ്ട്രേറ്റ്സ്, ഓക്കെ, ദ ഡാറ്റ ഗിവൻ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് അക്കോർഡിംഗ്ലി അത് നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഇൻട്രൊഡക്ഷൻ എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബോഡിയിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ബോഡിയിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാര്യങ്ങൾ, കുറേ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യവും അതിൽ വേണം, അങ്ങനെ ഒന്നും വേണ്ട. ഓക്കെ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടെ ഇൻക്ലൂഡ് ആക്കിയാൽ മതി, വേറെ ഒന്നും നമ്മൾ ഇൻക്ലൂഡ് ആക്കണ്ട. ഓക്കെ, ഓക്കെ ആണോ സർ? അപ്പൊ നമുക്ക് ബോഡിയിലോട്ട് പോവാം. പറഞ്ഞതുപോലെ 5 to 6 ലൈൻസ് എക്സീഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നോക്കിയേ, യൂസ് വേർഡ്സ് ലൈക്ക് മോർ ഓവർ, ഇൻ അഡിഷൻ ടു, ഫർദർ മോർ, എക്സെട്ര. നമ്മൾ പറയുന്ന പോലെ നമ്മൾ ആദ്യം 2 ലൈൻ എഴുതി, ദി അബൌട്ട് ഡാറ്റ സജസ്റ്റ് ദിസ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്തേര് നമ്മൾ പറയാണ് ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അതിനേലും ഭേദം എന്താണ്, അബൌട്ട് ഡാറ്റയിൽ നിന്ന് ഇൻ അഡിഷൻ ആയിട്ട് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൂടെ കിട്ടി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഓൾറെഡി നമുക്കറിയാം വി ഗോട്ട് ഓൾ ദി ഇൻഫർമേഷൻസ്, പക്ഷെ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾക്ക് ഈ വാക്കുകൾ യൂസ് ചെയ്യാം, മോർ ഓവർ യൂസ് ചെയ്യാം, ഇൻ അഡിഷൻ ടു യൂസ് ചെയ്യാം, ഫർദർ മോർ യൂസ് ചെയ്യാം. സോ ഇങ്ങനത്തെ പല ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കതിനെ കുറച്ചും കൂടെ അടിപൊളിയാക്കാം. ഇറ്റ് ഈസ് ക്ലിയർലി എവിഡന്റ് ഫ്രം ദി അബവ് പാരഗ്രാഫ്, ഫ്രം ദി അബവ് ചാർട്ട്. ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സുകളാണ്. അപ്പൊ കീ വേർഡ്സുകൾ മാത്രം എഴുതി വെക്കുക. ഇതിനി വലിയ കാര്യമായിട്ട് വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് പോണേൽ മുമ്പ് നിങ്ങൾ റെഫർ ചെയ്താൽ യെസ് ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമ്മുടെ മൈൻഡിലോട്ട് വരും. ഓക്കെ, കൺക്ലൂഷൻ എഴുതുമ്പോഴും നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 to 3 ലൈൻസ് എക്സീഡ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നമുക്ക് പറയാം എന്താണ്, ഇൻ എ നട്ട്ഷെൽ ടു കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഓവറോൾ കൺക്ലൂഷൻ അവിടെ പ്രസന്റ് ചെയ്യാം. ഇൻ എ നട്ട്ഷെൽ എന്ന് പറയാം, ഓവറോൾ ഇൻ ദ കൺക്ലൂഷനിൽ ടു കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ രീതിക്ക് എഴുതാൻ പറ്റും, പക്ഷെ എന്നാലും ദി എക്സാമിനേഴ്സ് ആർ എക്സ്പെക്ടിങ് സോ മച്ച് ഫ്രം യു ഗൈസ്. ഓക്കെ, അവർ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ എഴുതി വെക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്ക് അവിടെ കുറയാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അവരെ ഇംപ്രസ് ചെയ്യണം. നമ്മൾ എഴുതി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല, നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട രീതിയിലാണ് നമ്മൾ എക്സാം പേപ്പർ എഴുതേണ്ടത്. നമ്മൾ തീർക്കാൻ വേണ്ടി പെട്ടെന്ന് എഴുതി തീർക്കുന്നു, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, നമ്മൾ എപ്പോഴും മുമ്പിലുള്ള ആളെ, അതായത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ആള്, നിങ്ങൾ വിചാരിക്കുക നിങ്ങളാണ് നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ, നിങ്ങൾ എന്തൊക്കെയായിരിക്കും നിങ്ങളുടെ പേപ്പറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണേ നിങ്ങൾ സ്വയം ആദ്യം മനസ്സിലാക്കുക. ആ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ഡാറ്റ അടിച്ച പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ, സോ ബേസിക്കലി എക്സാം പേപ്പർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ മാർക്സ്. സോ തീർച്ചയായിട്ടും എക്സാം പേപ്പർ അത്രയും അടിപൊളിയായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് കുറേ വേർഡ്സുകൾ അതായത് തുടങ്ങാൻ വേണ്ടി ആ ഒരു പാരഗ്രാഫ് തുടങ്ങാൻ വേണ്ടി കുറേ വേർഡ്സുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. ബാക്കി ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ മാറ്റാം. ഇനി അത് കഴിഞ്ഞിട്ട് വൊക്കാബുലറി, പൈ ചാർട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, പൈ ചാർട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ പ്രസന്റ് ചെയ്യാം. 60% എന്ന് പൈ ചാർട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ 60% അടിയിലേക്ക് എടുത്ത് എഴുതരുത്. അതിന് പകരം നമുക്ക് എഴുതാം നിയർലി 2/3. ഓക്കെ, ഒരിക്കലും ഡിജിറ്റ് കൊടുക്കരുത്.
ഒരിക്കലും നിങ്ങൾ പെർസെൻറ്റേജ് അതുപോലെ തന്നെ എടുത്ത് എഴുതരുത്. ബട്ട് ഇൻസ്റ്റെഡ് യു ക്യാൻ യൂസ് അനദർ വേർഡ്സ് ലൈക്ക് 60ക്ക് വേണ്ടി നമുക്ക് പറയാം നിയർലി 2/3 എന്ന് പറയാം. 52 ആണെങ്കിൽ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഓവർ ഹാഫ് ഓഫ് ഓൾ ദ റെസ്പോണ്ടൻസ് എന്ന് പറയാം. 25 ആണെങ്കിൽ നമുക്ക് പറയാം ക്വാർട്ടർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്സിൽ പെർസെൻറ്റേജിന്റെ ടേം പറയുമ്പോൾ എന്താണ്, കൂടുതലും ന്യൂമറിക്കൽസ് നിങ്ങൾ പാരഗ്രാഫിലോട്ട് എടുത്തെഴുതാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ എഴുതുക, ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കോർഡിംഗ്ലി അതിനെ മാറ്റി മറിക്കാം. ദാറ്റ് ഈസ് ഓൾ അപ് ടു യു. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കോർഡിംഗ്ലി അത് ചെയ്യാം. അപ്പോൾ നമുക്ക് പൈ ചാർട്ടിലാണ്, നമുക്കറിയാം പൈ ചാർട്ടിൽ എന്തുണ്ടാകും, പൈ ചാർട്ടിൽ ഇങ്ങനത്തെ കുറച്ച് ഇതുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ ചിലത് 60 ആയിരിക്കും, ചിലതിൽ 50 ആയിരിക്കും, ചിലതിൽ 25 ആയിരിക്കും. സോ അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ 60% ഓഫ് ദ ഗേൾസ് ആർ എഡ്യൂക്കേറ്റഡ് ഫ്രം ദിസ് പെർട്ടിക്കുലർ വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ എടുത്ത് എഴുതരുത്. 60% ഓഫ് the girls in this particular village are educated. No, നമുക്കറിയാം nearly 2/3 of the girls അല്ലെങ്കിൽ nearly 2/3 of the girls in that particular village is educated because they are getting proper education. അവർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരിക്കലും ന്യൂമറിക്കൽസ് എഴുതാൻ നിൽക്കരുത്, നമ്പേഴ്സ് അതുപോലെ തന്നെ എടുത്ത് പ്രസന്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ കുറച്ചുകൂടി ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്ത് അതിനെ അടിപൊളിയാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ വൊക്കാബുലറി നമ്പേഴ്സിന്റെ കാര്യം ക്ലിയർ ആണെങ്കിലും നമ്പേഴ്സിനെ എങ്ങനെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകുമ്പോൾ ലൈൻ ഗ്രാഫുകൾ. ഓക്കെ, ചില ലൈൻ ഗ്രാഫുകൾ എന്തായിരിക്കും, ചില ലൈൻ ഗ്രാഫുകൾ ഡിക്രീസ് ആയിരിക്കും, ഫോൾ ആയിരിക്കും കാണാം, ചിലത് ഡ്രോപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ എഴുതരുത്. എന്താണ്, നമ്മൾ ഗോയിങ് ഡൗൺ, ഇപ്പോൾ ചില ഗ്രാഫുകൾ ഇങ്ങനെ തന്നിട്ട് അതെന്താണ് അടിയിലോട്ട് പോകുന്ന കാര്യമാണ് കൊടുത്തേക്കുന്നത് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഒരിക്കലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ദ ഗ്രാഫ് ഇസ് ഗോയിങ് ഡൗൺ എന്ന് നമ്മൾ എഴുതരുത്. ഓക്കെ, ദ ഗ്രാഫ് ഇസ് ഡിക്രീസിങ്, ദ ഗ്രാഫ് ഇസ് ദ ഗ്രാഫ് ഫോൾസ്, അല്ലെങ്കിൽ ദ ഗ്രാഫ് ഡ്രോപ്സ്, ദ ഗ്രാഫ് പ്ലഞ്ച്, ഓക്കെ, പ്ലുമെറ്റ്. ഇതൊക്കെ പുതിയ വാക്കുകളാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്താലും മതി. പക്ഷേ ഈ വാക്കുകളൊക്കെ കാണുമ്പോൾ ഇൻവിജിലേറ്റർ വിൽ തിങ്ക് ഓ കുട്ടിയുടെ വൊക്കാബുലറി കൊള്ളാം അല്ലേ. അപ്പം നമ്മൾ 2-3 പഠിച്ചു വെച്ചോ ഇല്ലേ, നമ്മൾ അടിപൊളിയാക്കാനായിരുന്നു ആണ് പറഞ്ഞിരുന്നേട്ടോ. കുഴപ്പമുണ്ടോ അങ്ങനെ കുറച്ച് ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിരുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ലെങ്കിൽ ഒന്ന് രാജാനിച്ച്. ഓക്കെ, സോ അങ്ങനത്തെ വാക്ക് പറഞ്ഞിരുന്നത് ഇൻവിജിലേറ്റേഴ്സ്, ചിലപ്പോൾ ഇൻവിജിലേറ്ററിന് അറിഞ്ഞുകൂടായിരിക്കും ആ വാക്ക്, ചിലപ്പോൾ ഹീൽ സെർച്ച് അതിൻ്റെ മീനിങ് എന്താണെന്ന്. മീനിങ് ഒന്നുമില്ല, ഗ്രാഫ് അടിയിലോട്ട് പോവാണ്, ദ ഗ്രാഫ് ഇസ് ഡിക്രീസിങ്, ദ ഗ്രാഫ് ഇസ് ഫാളിങ് എന്നുള്ളൊരു മീനിങ് ആണ് പ്ലഞ്ചിന്റെ. ദ ഗ്രാഫ് പ്ലഞ്ചസ് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു പാരഗ്രാഫ് 12 ലൈൻ എഴുതിയാൽ മതി. അതിലെ കുറച്ച് പോയിന്റുകളാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, അത് മാത്രം മതി, വേറൊന്നും നമുക്ക് അവിടെ വേണ്ട. അപ്പൊ അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ജാക്കസ് ആണോ സാർ ഇത്? ജാക്വസ് ഇങ്ങനെ ഗുണ്ടകളൊക്കെ ഒരാളിങ്ങനെ റൂമിൽ കൊണ്ടിരുത്തിയിട്ട് നടുക്കൊരു ബൾബ് ഉണ്ടാവില്ലേ, എന്നാൽ അതുപോലെ ഇരിക്കണേ. അതെ ഓക്കെ, ഇല്ല വെറുതെ ചോദിച്ചതാ. ജാക്വസ് സാർ പേരൊക്കെ പഠിച്ചൂല്ലേ? സാർ ആക്ച്വലി പണ്ട് 7th ക്ലാസ്സിലത്തെ ഹീറോ ആയിരുന്നു സാർ. എന്നിട്ട് CBSE കിട്ടിയ പിന്നെ സാറിന് ഇവിടെ നിന്ന് വരാൻ വയ്യ, നിങ്ങൾ അത്ര അടിപൊളിയാണെന്നാണ് സാർ പറഞ്ഞത് എന്നോട്. ക്ലാസ് എൻ്റെ ആക്കിയപ്പോൾ തുടങ്ങി സാർ പറയാണ് ക്ലാസ്സിലെ കുട്ടികൾ അടിപൊളിയാണ്, അങ്ങനെയാണോ, നിങ്ങൾ അടിപൊളിയാണെങ്കിൽ എന്ന് ചാച്ചാണിച്ച് നിങ്ങൾ അടിപൊളിയാണല്ലോ, അപ്പോൾ വെറുതെ പറഞ്ഞല്ലേ? അല്ല ഓക്കെ, ഞാൻ വെച്ചാൽ സാർ എന്നെ ക്ലാസ്സിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ പറയണേന്ന്. പക്ഷെ എനിക്കറിയാം കുറച്ച് പേരൊക്കെ എനിക്കറിയാം, ഞങ്ങൾ സ്റ്റഡി സർക്കിളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് പഠിക്കാം അല്ലേ? അതൊക്കെ എന്താണ് അർജുൻ എന്നെ പൂരത്തിന് പോലും കണ്ടൊരു മൈൻഡ് ഇല്ലല്ലോ നിനക്ക് അർജുൻ. കൊള്ളാം, അനാമികയ്ക്കും മൈൻഡ് ഇല്ല കേട്ടാ, ചുമ്മാ. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ്, അപ്പൊ അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞിരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ്, നമ്മൾ അനലിറ്റിക് പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചേർക്കാറില്ല അതാണ്. ഓക്കെ, നമ്മൾ ഇത് എഴുതിയിട്ടില്ല, അപ്പൊ നമ്മൾ ഇനി തുടങ്ങി ഇങ്ങനെ അതിനെ ഇൻകൾക്കേറ്റ് ചെയ്തിട്ട്, ഇനി ഇൻകൾക്കേറ്റ് ചെയ്യാൻ വലിയ സമയമൊന്നുമില്ല. ഓക്കെ, ഇത് പഠിക്കുക. അതായത് ഇങ്ങനെ എഴുതിയാൽ മാർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ പാരഗ്രാഫ് കുറച്ചും കൂടെ നമുക്ക് ബ്യൂട്ടിഫൈ ചെയ്ത് വെക്കാം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഗ്രാഫ് ഗോയിങ് അപ്പ്, മുകളിലോട്ട് പോകുന്ന ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് ഇൻക്രീസ്, റൈസ്, ഗ്രോ, ഓക്കെ, ഡബിൾ, ഓക്കെ, ട്രിപ്പിൾ, ക്ലൈംബ്, റോക്കറ്റ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് പറയാം. ദ ഗ്രാഫ് റോക്കറ്റ്സ് അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് എന്ന് എഴുതാം. ഓക്കെ, ദ ഗ്രാഫ് ഇസ് ക്ലൈംബിംഗ്, the graph doubles from this particular region അല്ലെങ്കിൽ from this particular point. ഓക്കെ, എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻക്രീസ്, റൈസ്, ഗ്രോ അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. സർ ബൈ ദ വേ ഐ വോണ്ട് ബി ദെയർ ഫോർ എന്താണ് സാർ അടുത്ത ഓക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ
ഇവിടെ ഇങ്ങനെ ഗ്രാഫുകളുടെ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആണെങ്കിലും കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 പോയിന്റുകൾ മാത്രം എഴുതുക. എല്ലാവരും നിങ്ങൾ ചറവറ പോലെ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തോന്നണ ഈ പോയിന്റ് എഴുതിയാൽ നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ പൈ ചാർട്ട് ചെയ്ത 2-3 എണ്ണം അതിന്റെ ഫോളോയിങ്, ഡിക്രീസിങ്, പെർസെന്റേജ് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിൾ എഴുതി പിന്നെ നിങ്ങൾക്ക് എഴുതാം. ഇപ്പൊ നിങ്ങളോട് 75% എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് എഴുതും? 75% ഓഫ് കൗ ഗിവ്സ് മിൽക്ക് എന്നാണ് അനലിറ്റിക് പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി ദർ ഓഫ് ന്യൂ യൂസ്. നിങ്ങൾ എങ്ങനെ 75% നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അടുത്തുള്ള വിളിച്ചേ സർ അനക എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അനക ഒന്ന് പറഞ്ഞേ. 75 പറഞ്ഞോ. 75% നമ്മൾ എങ്ങനെ, 75 ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളത് കാര്യമാണ് പറഞ്ഞത്. 75% എങ്ങനെ റെപ്രസെന്റ് ചെയ്യും അനക? അനക ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഞാൻ അത്ര ക്രൂരയല്ല. ആൻസർ യെസ്. അനക എങ്ങനെ പറയും? ഇപ്പൊ നമ്മള് 1/4 നമ്മൾ ക്വാർട്ടർ അല്ലെങ്കിൽ 1/4 എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ 50% നമ്മൾ ഹാഫ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ 75 എന്തായിരിക്കും? ഇത് മറ്റേ നമ്മൾ ഈ ചെറുപ്പത്തിലെ ഫ്രാക്ഷൻ പറഞ്ഞത് പോലെ പറഞ്ഞുതരാം. ഓക്കെ, സിമ്പിൾ ആണ്. ഒരു സർക്കിൾ എടുക്കുന്നു, അതിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഈ 3 പോർഷനെ നമ്മൾ എന്ത് പറയും? 4 പാർട്സ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു ഓൾറെഡി. അപ്പൊ എന്ത് പറയും? എത്രേന്റെ ഫ്രാക്ഷൻ ആണത്? എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 3. യെസ്. അപ്പൊ 3/4 നമുക്ക് എഴുതാം. 3/4 എന്ന് നമുക്ക് അവിടെ കൊടുക്കാം. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനിയിപ്പോ 80% വരെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? അതായത് 25 അല്ല, 50 അല്ല, പക്ഷേ 75 അല്ല, പക്ഷേ 80%. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? യെസ്, ഒരാളെ വിളിച്ചു സർ. 80% ആണെങ്കിൽ എന്ത് എഴുതും? യെസ്, ഒരാളെ വിളിച്ചോളൂ സർ. നയനാർ ബിസി ആണോ? നയനാർ നീ ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നയനാർ പറഞ്ഞോളൂ. എന്താ 80% ആണ് പൈ ചാർട്ടിലെങ്കിൽ അത് അനലിറ്റിക് പാരഗ്രാഫിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നേ? 80% 3/4 അടുത്ത് 75 അടുത്തല്ലേ 80% കിടക്കുന്നത്. സോ യു ക്യാൻ സേ നിയർലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എന്ന് നമുക്ക് പറയാം. അങ്ങനത്തെ വാക്കുകൾ യൂസ്. അപ്പൊ നിങ്ങൾ അയ്യോ 80% ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ല, അപ്പൊ നമുക്ക് 80% തന്നെ എഴുതാം. നോ. ഓക്കെ, 60% നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് ഹാഫ്. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ ആ 1/4, 3/4, 50, ഹാഫ് അങ്ങനത്തെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് ഏതാണോ അടുത്ത് കിടക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് മാറ്റുക. ഇപ്പൊ 80 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഓൾമോസ്റ്റ് 3/4 ഓഫ് ദ പോപ്പുലേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ അടിച്ച് പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ നോക്കിയത്. ഇനി ചിലപ്പോൾ ഒട്ടും ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ, ചിലപ്പോൾ ഗ്രാഫിൽ ഒരു ചേഞ്ചും ഇല്ലാത്ത ലെവലുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ സ്റ്റെബിലൈസ് എന്ന് എഴുതാം, റിമെയിൻസ് ദ സെയിം, റിമെയിൻസ് അൺചേഞ്ച്ഡ്, ലെവൽ ഓഫ്, അങ്ങനെ കുറേ വാക്കുകൾ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ റിമെയിൻസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് റിമെയിൻസ് ഇൻക്രീസിങ്, അല്ലെങ്കിൽ എന്താണ് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ്ലി ഇൻക്രീസിങ് എന്ന് എഴുതാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ്ലി ഡിക്രീസസ് എന്ന് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് വൈസ് വേഴ്സ ഇൻക്രീസസ് കോൺസ്റ്റന്റ്ലി ഡിക്രീസസ് കോൺസ്റ്റന്റ്ലി എന്ന് നമുക്ക് എഴുതാം. പൊസിഷൻസ്. ഓക്കെ, ചില റാങ്കുകൾ അനുസരിച്ച് അനലിറ്റിക് പാരഗ്രാഫിൽ ചേഞ്ചുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പീക്കിൽ നിൽക്കുന്ന പോയിന്റ് നമുക്ക് പറയാം reaches the height, peak of, okay, peak of this particular year was this എന്ന് നമുക്ക് എഴുതാം. It reached at the lowest when it was at the year 2025. അങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് മാറ്റാം. ഓക്കെ, സ്റ്റാർട്ട് ഓഫ്, ബിഗിൻ അറ്റ്, ഫിനിഷ്, എൻഡ്, അങ്ങനെ പല വാക്കുകളുണ്ട്. ഏതാണോ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത് അത് മാത്രം നിങ്ങൾക്ക് എഴുതാം. ഇനി ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്തേ. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ അല്ല? എന്തെങ്കിലും വേറെ പറഞ്ഞു തരണോ? ഓക്കെ, പാരഗ്രാഫിൽ ടൈറ്റിൽ വേണ്ട, ടൈറ്റിൽ ഇല്ലാണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി പോവാട്ടോ. ഓക്കെ, അനലിറ്റിക് പാരഗ്രാഫിൽ ഒരു പാരഗ്രാഫിൽ നിങ്ങളോട് ടൈറ്റിൽ എഴുതാൻ പറയില്ല അവര്. ദർ ഇസ് നോ നീഡ് ഓഫ് ടൈറ്റിൽ. ഓക്കെ, ടൈറ്റിൽ എഴുതേ വേണ്ട. ഒന്നുകൂടെ എനിക്കിപ്പോൾ പേടിയാവണം, ഇഷ്ടം ടൈറ്റിൽ എഴുതണം. അപ്പൊ ഒന്നുകൂടെ ഞാനിപ്പോൾ കൺഫേം ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അനലിറ്റിക് പാരഗ്രാഫിൽ എഴുതാൻ എത്ര മിനിറ്റ് വേണം? 5 മിനിറ്റിന്റെ ചോദ്യമാണ്. അപ്പൊ എപ്പോഴും 3 മണിക്കൂറല്ലേ? 5 മിനിറ്റ് മതിയോ പ്രാർത്ഥന? അയ്യോ 5 മിനിറ്റ് നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് എന്താ ചെയ്യുക? ഇപ്പൊ നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യൂ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് അതിൽ ടെല്ലു ടൈറ്റിൽ വേണോ വേണ്ടേ എന്നുള്ള കാര്യം. അതല്ലേ പ്രാർത്ഥനയുടെ ഡൗട്ട്? എനിക്കറിയാമായിരുന്നു പ്രാർത്ഥന. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം 10 മിനിറ്റ് മതി. എല്ലാവരും ഓക്കെ അല്ലേ? 10 മിനിറ്റ്സ്
12 ലൈൻസ് എഴുതിയാൽ മതി കേട്ടോ. 12 ലൈൻസ് എഴുതിയാൽ മതി, അതിൽ കൂടുതൽ എഴുതാൻ നിൽക്കരുത്. ഓക്കെ, ഓൺലി 12 ലൈൻസ് ആർ റിക്വയർഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതാം കേട്ടോ, എല്ലാവരും എഴുതാം. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കുക, ഇത് കറക്റ്റ്, പ്രപ്പോർഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കുക. എല്ലാവരും വിസിബിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ലൈഡിൽ അറ്റാച്ച് ചെയ്താണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ മാറിത്തരാം, അപ്പൊ നിങ്ങൾക്ക് ബാക്കിയുള്ള പെർസെൻറ്റേജുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ സർ. ഓക്കെ, മതി, ഇത്രയും ടൈം പോരെ? ഒരു 12 മിനിറ്റ്സോളം തന്നിട്ടുണ്ട് എഴുതാൻ വേണ്ടി. ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. പിന്നെ എഴുത്ത് നിർത്താം കേട്ടോ, എഴുതിയ കാര്യങ്ങൾ നിർത്താം. അപ്പൊ ഞാനിതൊരു പ്രാക്ടീസ് പോലെ തന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 10 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 12 മിനിറ്റിനുള്ളിൽ മാക്സിമം എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനാണ്. അപ്പൊ ഇത്ര എഴുതിയാൽ മതി. ബിക്കോസ് നമുക്ക്, ഞാൻ കുറച്ച് പോയിന്റുകൾ പറയാം, 100 to 120 വേർഡ്സ് എഴുതിയാൽ മതി, അതിൽ കൂടുതൽ എഴുതണ്ട. പിന്നെ പറഞ്ഞ കാര്യം മറക്കരുത്, ടൈറ്റിൽ വേണ്ട കേട്ടോ, അത് കൺഫേം ആക്കിയിട്ടുണ്ട്. ടൈറ്റിൽ നമുക്ക് ആവശ്യമേ ഇല്ല. നോ ടൈറ്റിൽസ് റിക്വയർഡ്, നോ ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് വരെ എഴുതിയിട്ടുണ്ട് മാർക്കിംഗ് സ്കീമിൽ. ടൈറ്റിലും വേണ്ട, ബുള്ളറ്റ് പോയിന്റ്സും വേണ്ട. ഓക്കെ, നമുക്കിപ്പോൾ തോന്നും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബുള്ളറ്റ് പോയിന്റ്സ് ആഡ് ചെയ്യും. സോ ബുള്ളറ്റ് പോയിന്റ്സ് എന്താണ്? നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങളത് എഴുതുക. ബുള്ളറ്റ് പോയിന്റ്സിന്റെ ആവശ്യമേ ഇല്ല. നോ ബുള്ളറ്റ് പോയിന്റ്സ്. ഓക്കെ, നോ ബുള്ളറ്റ് പോയിന്റ്സ്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും അനലിറ്റിക് പാരഗ്രാഫിൽ കൊടുക്കരുത്. ഇൻ മൈ ഒപ്പീനിയൻ എന്ന് നിങ്ങൾ കൊടുക്കരുത്. ഓക്കെ, ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ ഒപ്പീനിയൻ, ഒപ്പീനിയൻ ഈസ് കംപ്ലീറ്റ്ലി ബാൻഡ്. അത് വേണ്ട, അത് എഴുതേ ചെയ്യരുത്. ഇൻ മൈ ഒപ്പീനിയൻ, നമ്മുടെ ഒപ്പീനിയൻ അവിടെ ആരും ചോദിക്കുന്നില്ല, കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ അനാലിസിസ് ആണ് ചോദിക്കുന്നത്. അത് കൂടാണ്ട് നമ്മൾ കംപ്ലീറ്റ് ഡാറ്റ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. കംപ്ലീറ്റ് എല്ലാ ഡാറ്റകളും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണ്ട. അതിന് പകരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 to 4 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ അവിടെ എലാബറേറ്റ് ചെയ്താൽ മതി. ബിക്കോസ് ഓൾറെഡി പറഞ്ഞു, എത്ര ലൈൻസ് ആണ് എഴുതാൻ പറഞ്ഞത് നിങ്ങളോട് ഞാൻ? ബോഡി ഓഫ് ദ പാരഗ്രാഫ് എത്ര ലൈൻസ് എഴുതാൻ പറഞ്ഞു? യെസ്, ഒരാളെ വിളിച്ചു സർ. ബോഡി, യെസ്, പ്രാർത്ഥന പറഞ്ഞോളൂ. വേണ്ട വേണ്ട, പക്ഷെ ടൈറ്റിൽ വേണ്ടാന്നാണ് മാർക്കിംഗ് സ്കീമിൽ കിടക്കുന്നത്. ടൈറ്റിലേ വേണ്ടാന്ന് കൊടുത്തിട്ടുണ്ട്, ബുള്ളറ്റ് പോയിന്റ്സും വേണ്ട എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ടീച്ചറിനോട് ഒന്ന് വിളിച്ച് കൺഫേം ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും കണ്ടു നോക്കി, കുറച്ച് CBSEയുടെ എടുക്കുന്ന കുറച്ച് ഹിന്ദി ടീച്ചേഴ്സിന്റെ വീഡിയോസ്. അതായത് നോർത്തിലെ യൂട്യൂബേഴ്സ് ഉണ്ടാവില്ലേ, എഡ്യൂക്കേറ്റേഴ്സിന്റെ വീഡിയോ ഞാൻ കണ്ടു നോക്കി. അപ്പൊ അതിലും അവർ എടുത്ത് പറയുന്ന കാര്യമാണ്, ടൈറ്റിൽ വേണ്ട, ടൈറ്റിൽ വേണ്ട, ഇൻട്രൊഡക്ഷൻ മതി, ഒരു പാരഗ്രാഫിൽ നമ്മൾ എഴുതണം, നോ ലൈൻ സ്പേസ് ഇൻ ബിറ്റ്വീൻ. അത് കറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, പക്ഷെ എന്നാലും പ്രാർത്ഥന 3 ദിവസം ഉണ്ട്, ഒന്നും കൂടെ ഒന്ന് ടീച്ചറിനോട് കൺഫേം ചെയ്യുക. ഓക്കെ, ആൻഡ് ജസ്റ്റ് പറയുക, മിസ് ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടുല്ലോ, ഒരു എഡ്യൂക്കേറ്ററിന്റെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടു, സോ ഐ എം ജസ്റ്റ് ഔട്ട് ഓഫ് മൈ ക്യൂരിയോസിറ്റി ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, അത് ആ മാർക്ക് പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് കൺഫേം ചെയ്യാം ടീച്ചറായിട്ട്. ഓക്കെ, എന്നിട്ട് അത് എന്നോടൊന്ന് പറയണേ. 2 ദിവസം ഉണ്ട്, 3ാമത്തെ ദിവസമായാലും എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, നാളെ സ്കൂളിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ നാളെ ചോദിച്ചിട്ട് വരാം. ഓക്കെ, ദെൻ നമുക്കത് ക്ലാസ്സിലൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ഡാറ്റ എല്ലാവരും എഴുതിയിടുന്നുണ്ട് എന്ന് ഇൻവിജിലേറ്റേഴ്സ് ചെക്ക് ചെയ്യില്ല. അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകും, നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മളത് പ്രസന്റ് ചെയ്തു. അനാലിസിസിനാണ് മാർക്കുള്ളത്, ഡാറ്റ അതുപോലെ തന്നെ എടുത്ത് എഴുതാനല്ല മാർക്ക്. അനാലിസിസിനാണ് അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. അപ്പൊ അത് ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിലും അനലിറ്റിക് പാരഗ്രാഫിന് 5 മാർക്ക്. ഈ പോയിന്റുകൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ വാക്കുകൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 5-ൽ 5 മാർക്ക് കിട്ടും. അനലിറ്റിക് പാരഗ്രാഫിലൊക്കെ അവർ കണ്ണടച്ച് മാർക്ക് തരും, പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 5/5 നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഒരിക്കലും ഇതിൽ മാർക്ക് അവർ കുറയ്ക്കില്ല. അവർ പിന്നെയും മാർക്ക് കുറയ്ക്കാൻ ശ്രമിക്കുന്ന പോയിന്റാണ് ലിറ്ററേച്ചറിൽ അവർ മാർക്ക് കുറയ്ക്കുള്ളൂ. ബാക്കി എല്ലാത്തിലും അവർ മാർക്ക് മാക്സിമം തന്നെ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആണെങ്കിൽ 2 തമ്പൊന്ന് സ്ക്രീനിൽ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ 2 തമ്പൊന്ന് സ്ക്രീനിൽ കാണിച്ചേ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇത് ചെക്ക് ചെയ്യിപ്പിക്കാൻ ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് ഇതൊന്ന് ടീച്ചർ ചെക്ക് ചെയ്ത് തരുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെൻറ്റേഴ്സിന് അയച്ചു കൊടുക്കുക. ഇപ്പം അയച്ചു കൊടുക്കണ്ട, ലാസ്റ്റ് ടൈം തരാം. ഞാൻ ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് സെക്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടൈം തരാം. അപ്പോൾ ആ ഒരു മിനിറ്റിൽ നിങ്ങൾ മെൻറ്റേഴ്സിന് അത് അയച്ചു കൊടുക്കുക. ഇഫ് യു വോണ്ട് മീ ടു ചെക്ക് യുവർ ആൻസേഴ്സ്, ഓക്കെ, ഞാനപ്പോൾ പേഴ്സണലി ചെക്ക് ചെയ്ത് തരാം. ഇപ്പം ഞാനിവിടെ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പോലെ ഞാൻ ഇട്ട് തന്നതാണ്. ഇനി നമുക്ക് അടുത്തത്, ഓക്കെ,
മൊഡാൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റൈറ്റിംഗ് സെക്ഷൻ നോക്കി, ഇനി നമ്മളൊരു ഗ്രാമർ പോയിന്റ് ആണ് നോക്കാൻ പോകുന്നത്. കണ്ടിന്യൂസ്ലി റൈറ്റിംഗ് സെക്ഷൻ ആയി നമുക്ക് ബോറടിക്കും. നമുക്ക് ഇനി ഒരു ഗ്രാമർ നോക്കാം. ഓക്കെ, മൊഡാൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമേ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുള്ളൂ. സോ ബേസിക്കലി മൊഡാൾസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് വിത്ത് ദ മെയിൻ വെർബ് ടു എക്സ്പ്രസ് ഐഡിയാസ്. ഓക്കെ, മെയിൻ വെർബിന്റെ കൂടെ. അപ്പൊ എന്താണ് മെയിൻ വെർബ്? യെസ്, ഒരാൾ വിളിച്ചു സർ, ജസ്റ്റിനെ വിളിച്ചു സർ. ജസ്റ്റിൻ ഫോർത്തിലോ രണ്ടാമതിരിക്കുന്ന ആള്. യെസ്, ജസ്റ്റിൻ കാര്യമായിട്ട് അനലിറ്റിക് പാരഗ്രാഫിൽ എന്തോ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഓ, ഗുഡ് ബോയ്. ഓക്കെ, എടാ പറഞ്ഞോളൂ, എന്താണ് മെയിൻ വെർബ് എന്ന് പറഞ്ഞാല്? വെരി ഗുഡ്. അപ്പൊ ഒരു മെയിൻ വെർബിന്റെ എക്സാമ്പിൾ പറഞ്ഞേ. ഈറ്റിംഗ്. ഓക്കെ, റബ്ബിങ് യുവർ ഹെയർ. ഓക്കെ, ഡ്രോയിങ്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ലാഫിംഗ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മെയിൻ വെർബാണ്. അതായത് മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെർബിന് വേറെ ആരുടെയും സപ്പോർട്ട് വേണ്ട. ഞാൻ വെർബാണെന്ന് കാണിക്കാൻ വേണ്ടി അതിന് വേറെ എക്സ്ട്രാ വേർഡ്സിന്റെ ആവശ്യമില്ല. ബിക്കോസ് അതിന്റെ വേർഡ് ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ്സ് ആക്ഷൻ. അപ്പൊ അങ്ങനെ ആ വേർഡ്, വെൻ ദ വേർഡ് ഇറ്റ് സെൽഫ് ഇൻഡിക്കേറ്റ്സ് ആക്ഷൻ, അതിനെയാണ് നമ്മൾ മെയിൻ വെർബ് എന്ന് പറയുന്നത്. ഇപ്പൊ സിറ്റിംഗ്, സ്റ്റാൻഡിങ്, എല്ലാ ആക്ഷൻ വേർഡ്സും മെയിൻ വെർബാണ്. അപ്പൊ ഈ മെയിൻ വെർബിന്റെ കൂടെയാണ് നമ്മൾ ഈ മൊഡാൾസ് ആഡ് ചെയ്യുന്നത്. അത് ശ്രദ്ധിക്കട്ടെ, എപ്പോഴും മെയിൻ വെർബിന്റെ കൂടെ ആയിരിക്കും നമ്മളിത് ആഡ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ് മെയിൻ വെർബിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്? എബിലിറ്റി കാണിക്കാൻ വേണ്ടി, പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടി, ഒബ്ലിഗേഷൻ കാണിക്കാൻ വേണ്ടി, നെസസിറ്റി കാണിക്കാൻ വേണ്ടി. ഓക്കെ, എബിലിറ്റി, പോസിബിലിറ്റി, ഒബ്ലിഗേഷൻ, നെസസിറ്റി, ഈ 4 കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൊഡാൾസ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എബിലിറ്റിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ക്യാൻ, കുഡ്. ഇത്ര എഴുതി വെക്കാം. എക്സാമ്പിൾ ഒന്നും എഴുതണ്ട, ബിക്കോസ് ഐ നോ യു ആർ സോ ഗുഡ് അറ്റ് റൈറ്റിംഗ്. അപ്പൊ അത് വേണ്ട. എബിലിറ്റിക്ക് യൂസ് ചെയ്യുന്ന 2 മൊഡാൾസ് ക്യാൻ ഓർ കുഡ്, അത് മാത്രം എഴുതുക. ഓക്കെ, ഇഫ് നോട്ട് ടുഡേ ഐ കൻ വിസിറ്റ് യു ടുമോറോ. എന്ത് തീർച്ചയായിട്ടും വരും, എബിലിറ്റി ആണ്. അതായത് എനിക്ക് പറ്റും എന്നുള്ളൊരു കാര്യമാണ് അവിടെ കാണിക്കുന്നത്. ദ പവർ ലിഫ്റ്റർ കുഡ് ലിഫ്റ്റ് 100 kg വെയിറ്റ്. പവർ ലിഫ്റ്ററിന് 100 kg വെയിറ്റ് പൊക്കാൻ പറ്റും. അതൊരു എബിലിറ്റി ആണ്, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോയിന്റ് ആണ്. സോ പറ്റും, അതായത് എനിക്ക് പറ്റും അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൊഡാൾസിനെയാണ് നമ്മൾ ക്യാൻ അല്ലെങ്കിൽ കുഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ നമസ്തേ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ നമസ്തേ കാണിച്ചേ. ഓക്കെ, ഓ വാവ് വാവ്, ദാറ്റ് വാസ് സോ ഗുഡ്. അതാണ് സർ രണ്ടാമത്തെ റോ, രണ്ടാമത്തെ ആള് ആദിശ്രീ. കിടലായിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഓക്കെ, ദാറ്റ് വാസ് സോ ഗുഡ്. ഓക്കെ, ഞാൻ കാണിച്ച പോലെ തന്നെ കാണിച്ചു. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് എബിലിറ്റി കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും എബിലിറ്റിയുടെ മൊഡാൾസ് ഏതൊക്കെയാണ്. ക്യാൻ, കുഡ്. ക്യാനിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. ഇനി അടുത്തത് പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടി, ചാൻസസ് ആർ ദേർ. ഉറപ്പില്ല, നടക്കൂന്ന് ഉറപ്പില്ല, എബിലിറ്റി എന്നും പറയുന്നില്ല, പക്ഷെ പോസിബിലിറ്റി ആണ്, ചാൻസ് ഉണ്ട്. ഓക്കെ, ചാൻസസ് ആർ ദേർ. ഓക്കെ, ചാൻസസ് ആർ ദേർ. ഉറപ്പില്ല കേട്ടോ, ഒട്ടും ഉറപ്പില്ല, പക്ഷെ ഇറ്റ് ക്യാൻ ഹാപ്പൻ, ഇറ്റ് മേ ഹാപ്പൻ. ഓക്കെ, അവിടെയും നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും ക്യാനും കുഡും എങ്ങനെ മനസ്സിലാക്കും ടീച്ചറെ? ഇല്ല, അടുത്ത ചോദ്യം അതല്ലേ. അതാണെങ്കിൽ ഒരു ഡാറ്റ കാണിച്ച്, ഇത് പോസിബിലിറ്റി ആണോ പറയുന്നത്? അത് നമ്മുടെ സെന്റൻസ് റീഡിങ് അനുസരിച്ചിരിക്കും. നമ്മൾ സെന്റൻസ് വളരെ ആപ്റ്റായിട്ട് നമ്മൾ വായിക്കുന്നത് നമുക്ക് മനസ്സിലാവും, ഇത് പോസിബിലിറ്റി കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് എന്നുള്ളത്. യു ക്യാൻ ക്യാച്ച് രാജധാനി എക്സ്പ്രസ് അറ്റ് 7 AM. യു ക്യാൻ ക്യാച്ച്, നിനക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ഉറപ്പില്ല. അപ്പോഴും പറ്റും എന്നേ പറയുന്നുള്ളൂ. ഓക്കെ, സോ യു ക്യാൻ ക്യാച്ച് രാജധാനി എക്സ്പ്രസ് അറ്റ് 7 AM. ഹി മൈറ്റ് കം ഫോർ ദ പ്ലേ ഇൻ ദി ഈവനിങ്. ഈ മേയും മൈറ്റും ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, പക്ഷേ ക്യാനും കുഡും വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ അത് കുഴഞ്ഞ് മറിയുന്നത്. ഓക്കെ, സോ പോസിബിലിറ്റി ആണ് ഏറ്റവും ആദ്യത്തത്. സോറി, ആദ്യം എബിലിറ്റി പറിച്ചു. എബിലിറ്റിയുടെ 2 മൊഡാൾസ് ഏതൊക്കെയാണ്? ഇസ്രാൾ വിളിച്ചത് സർ? എന്തോ ഫർത്താഹ. യെസ്, ഫർത്താഹ. എന്താണ് ഫർത്താഹ? എബിലിറ്റി യൂസ് ചെയ്യുന്ന 2 മൊഡാൾസ് ഏതൊക്കെയാണ്? യെസ്, ക്യാൻ, കുഡ്. പോസിബിലിറ്റിയിൽ യൂസ് ചെയ്യുന്നത് മേ, മൈറ്റ്, ക്യാൻ, കുഡ്. ഓക്കെ, അതാണ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. എന്താണ്? ചാൻസസ് ഉണ്ട്, നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ക്യാൻ യൂസ് ചെയ്തത്. ചിലപ്പോൾ നടക്കാം. അപ്പൊ നിങ്ങൾ പറയാം ഐ ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഹിന്ദി എന്ന് നമുക്ക് പറയാം. ഐ ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഹിന്ദി. എനിക്ക് വേണമെങ്കിൽ ഹിന്ദിയിൽ നല്ല സ്കോറ് കിട്ടാം, അല്ലെങ്കിൽ എനിക്ക് നല്ല സ്കോറ് എടുക്കാം, അല്ലെങ്കിൽ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഐ ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് ഇൻ ഹിന്ദി. വേണമെങ്കിൽ, പക്ഷെ വേണമെങ്കിലാണ്, ഉറപ്പില്ല.
എന്തോ സർ ചോദിച്ചോ, വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഹിന്ദിയിൽ മാർക്ക് സ്കോർ ചെയ്യാമെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അതാണ് എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. സോ നമ്മളത് വായിക്കുന്ന പെർസ്പെക്റ്റീവിലിരിക്കും. കീനായിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. പിന്നെ അടുത്തത് ഒബ്ലിഗേഷൻ. ഷുഡ്, മസ്റ്റ്, ഹാവ് ടു, കനോട്ട്, ഇതൊക്കെയാണ് നമ്മൾ ഒബ്ലിഗേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഷുഡ്, ക്യാൻ, മസ്റ്റ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒബ്ലിഗേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷുഡ് ഐ കോൾ ദ ഡോക്ടർ ഫോർ എ ചെക്കപ്പ്? ഐ കനോട്ട് കംപ്ലീറ്റ് ദി അസൈൻമെന്റ് ഇൻ ദി കമ്മിങ് വീക്ക്. അപ്പോൾ ബേസിക്കലി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കമ്മിറ്റ്മെന്റ് ആണ്, നമ്മൾ ചെയ്യണം. ഓക്കെ, ഞാനത് ചെയ്യാം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വാക്കാണ് ശരിക്കും ഈ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഐ ക്യാൻ ഡു, എനിക്ക് പറ്റും, ബിക്കോസ് ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ പറയും വി ആർ ഒബ്ലൈജ്ഡ് ടു അവർ ഡ്യൂട്ടി, അതായത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയിൽ ഡെഡിക്കേറ്റഡ് ആണ്, നമ്മളത് ചെയ്യണം എന്ന് അത്യധികം ആഗ്രഹമുള്ള ആൾക്കാരാണ്. സോ എപ്പോഴും നമ്മൾ ഒബ്ലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. പക്ഷെ നമ്മുടെ വർക്കാണ്, നമ്മുടെ ആക്ഷൻ വർക്കാണ് നമ്മൾ അവിടെ കാണിക്കേണ്ടത്. ഐ കനോട്ട് കംപ്ലീറ്റ് ദ അസൈൻമെന്റ് ഇൻ ദി കമ്മിങ് വീക്ക്, എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതെന്താണ്? അതൊരു ഉറപ്പാണ് പറയുന്നത്, എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഐ എം റിയലി സോറി. ഓക്കെ, എന്താ വെറുതെ ചിരിക്കണത് സേറ? എനിക്കിവിടെ എല്ലാവരെയും കാണാൻ പറ്റൂട്ടോ. ഓക്കെ, ചിരിച്ചോളൂ, എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. അല്ലേ സർ? സേറ അല്ലേ അത്? സർ സെക്കൻഡ് മൂന്നാമത്തെ ആളാരാണ്? സ്വര എന്നാണല്ലേ? കണ്ണ് കണ്ടൂടെ കുട്ട. ഓക്കെ, അതായത് വാക്കുകൾ ചെറുതാണല്ലോ. CA032 ആണോ? വാവ്, അപ്പൊ ഒട്ടും കണ്ണ് കണ്ടൂടാ. ഓക്കെ, അതായത് ഇവിടുന്ന് ഫേസ് കാണാൻ പറ്റുന്നുണ്ട്, എക്സ്പ്രഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ചെക്ക് ചെയ്യാണോ? യെസ്, ഓക്കെ. അപ്പോ എന്താണ്, ഇപ്പൊ തല ചൊറിയുന്നത് കാണാൻ പറ്റുന്നുണ്ട്, എല്ലാവരും എനിക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദേ ഇപ്പൊ ചിരിക്കണ കൊള്ളാം. ആർദ്ര നല്ല ചിരിയാണല്ലോ. ഓക്കെ, ഇനിയിപ്പോ ഫെലിക്സ്, ഇതെന്താണ് ക്ലാസ്സിന്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ടീച്ചർക്ക് വേറെ ഒരു പണിയില്ലേ? അങ്ങനെ എന്തൊക്കെയാണ് ചിന്തിക്കണല്ലേ ഫെലിക്സ്? ഇപ്പോ ഫെലിക്സിന് ഒരു വികാരം ഇല്ലല്ലോ, നീ ചിരിക്കുക, എന്തെങ്കിലും ഒന്ന് ചിരിക്കും. ഓ, എന്ത് ഭംഗിയാണ് കാണാൻ. ഓ, മറ്റേ സിനിമയില്ലേ സർ, ദേവദൂതനിലെ മറ്റേ കണ്ണ് കാണാത്ത ആളെ പോലെ ഉണ്ട്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, എനിക്ക് അങ്ങനെ തോന്നി. ഇല്ലേ സർ, ഒരു ലുക്കില്ലേ? അയ്യോ, അങ്ങനെയല്ലട്ടാ, അവരെ കണ്ണ് കാണാം, പക്ഷെ ആ സിനിമയില് ആ ആക്ടറിന് കണ്ണ് കണ്ടുകൂടാ. പക്ഷെ ആക്ച്വലി ആക്ടറിന് കണ്ണ് കാണാം. മനസ്സിലായില്ലേ ഞാൻ ഉദ്ദേശിച്ചത്? സത്യം, ബട്ട് ഹീസ് വെരി ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് അല്ല ഹാൻസം എന്ന് പറയണോ അല്ലേ? സർ ഒന്ന് കാണിച്ചു കൊടുക്കുക ഫോട്ടോ. സാറിന് അറിയില്ല അല്ലേ? നിങ്ങൾ സാറിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ശേ, ഓക്കെ, യെസ്. സോ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ഡ്യൂട്ടി എന്നാണ് അർത്ഥം. ഓക്കെ, ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. കണ്ട അവനെ ചിരി നിർത്താൻ പറ്റില്ല ഇല്ലേ? കരളി, എനിക്ക് തോന്നി പെട്ടെന്ന്. ചിലപ്പോൾ ഉണ്ടാവില്ല, കുറച്ചൊക്കെ ഉണ്ട്. അവന്റെ ഫോട്ടോ അനലൈസ് ചെയ്യാണ് ഞങ്ങള്. ഓക്കെ, അത് ഓക്കെ ഡൺ. ഇല്ലേ, കുറച്ചില്ലേ? ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഡ്യൂട്ടി കാണിക്കാൻ വേണ്ടി നമുക്ക് അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷുഡ് യൂസ് ചെയ്യാം, മസ്റ്റ് യൂസ് ചെയ്യാം, ഹാവ് ടു യൂസ് ചെയ്യാം, കനോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഷുഡ് ഐ കോൾ ദ ഡോക്ടർ ഫോർ എ ചെക്കപ്പ്? അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ ആ ഒരു ഡെഡിക്കേഷൻ കാണിക്കുകയാണ്. നിനക്ക് വയ്യല്ലോ, സോ ഞാൻ വിളിക്കണോ? ഓക്കെ, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി. നിങ്ങൾ ആ ഒരു ഇത് കാണിക്കുകയാണ്, ആ ഒരു എന്താ തന്നെ പറയുക, ഒരു ക്ലോസ്നെസ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയാണ്, ആ ചെയ്യാനുള്ളൊരു താല്പര്യം കാണിക്കുകയാണ്. ഓക്കെ, പക്ഷെ ചെയ്യണ്ട എന്ന് നമുക്ക് അവിടെ പറയാം. ഐ കനോട്ട് കംപ്ലീറ്റ് ദ അസൈൻമെന്റ്. നിങ്ങൾ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ട് പറയാം. നെസസിറ്റി, ആവശ്യകത, അല്ലെങ്കിൽ അത് വേണം എന്നുള്ള ഒരു ചിന്ത. അപ്പൊ നീഡ്, മസ്റ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. യു മസ്റ്റ് ഹാവ് എ ലൈസൻസ് ടു ഡ്രൈവ് എ കാർ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം, അല്ലെങ്കിൽ യു വിൽ ബി പണിഷ്ഡ്. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കാർ ലൈസൻസ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോപ്പർ ആയിട്ട് ഒരു കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ കറക്റ്റ് ആയിട്ട് അത് ഇൻകൾക്കേറ്റ് ചെയ്ത് പറയാം. യെസ്, ഐ നീഡ്, അല്ലെങ്കിൽ യു മസ്റ്റ് ഹാവ് എ ലൈസൻസ് ടു ഡ്രൈവ് എ കാർ. ഇനി അതായത് ഒരു പുതിയ ഷെഹർ അല്ലെങ്കിൽ പുതിയ സിറ്റിയിലോട്ട് ഒരു ഗേള് പഠിക്കാനായിട്ട് പോവാണ്. ഷീ ഹാസ് നോ ജോബ്. അപ്പോൾ നമ്മൾ പറയാണ് ഷീ നീഡ്സ് മോർ മണി ടു സർവൈവ് ഇൻ ദ സിറ്റി.
ആ ഒരു സിറ്റിയിൽ കുറച്ചും കൂടെ നാളെ സർവൈവ് വേണമെങ്കിൽ ഷീ നീഡ്സ് മോർ മണി. കുറച്ചധികം കാശ് കൊടുത്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓ മൈ ഗോഡ്, റിച്ച്. ഇല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയാലും, അതായത് സ്വന്തം കാർ ആയിരുന്നു ഉദ്ദേശിച്ചത്. ആ അങ്ങനെ, ഓക്കെ, ദാറ്റ് ക്യാൻ ബി പോസിബിൾ. ഓക്കെ, അപ്പൊ യു മസ്റ്റ് ഹാവ് എ ലൈസൻസ് ടു ഡ്രൈവ് എ കാർ. ഷീ നീഡ്സ് മോർ മണി. അപ്പൊ ഇവിടെ എന്താണ്, അതെന്തായാലും വേണം. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് നടത്താൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് യൂസ് ചെയ്യാം നീഡ്, മസ്റ്റ്. സോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയ കാര്യം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ അല്ലേ? സോ നമ്മൾ അനലറ്റിക് പാരഗ്രാഫ് നോക്കി, അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നോക്കിയ മെയിൻ പോയിന്റുകൾ എന്തൊക്കെയാണ്? മൊഡാൾസ് നോക്കി. മൊഡാൾസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുത്തു. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു കുറച്ച് മൊഡാൾസുകൾ എഴുതിയെടുത്തു എങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. എഴുതിയെടുത്തു. ഓക്കെ, എഴുതിയെടുക്കാത്തവർക്ക് എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. എഴുതിയെടുക്കണം എന്നുണ്ട്. ഓക്കെ, ഒന്നുമില്ല, നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, നമുക്ക് സ്വന്തം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നമ്മൾ എബിലിറ്റി കാണിക്കാൻ വേണ്ടി, യെസ്, ഒരാളെ വിളിച്ചത് എബിലിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യണത്? യെസ്, എഡ്വേർഡ്. എബിലിറ്റി കാണിക്കാൻ വേണ്ടി എഡ്വേർഡ് നമ്മൾ എന്താ യൂസ് ആക്കണേ? യെസ്, എഡ്വേർഡ്. എബിലിറ്റി കാണിക്കാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യണേ എഡ്വേർഡ്? ക്യാന്. ക്യാനിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പൊ എന്തായിരിക്കും? കുഡ്. ക്യാന്, കുഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതേ സമയത്ത് നമ്മൾ പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? യെസ്, അടുത്തുള്ള വിളിച്ച സർ ആഷിഖ്. ആഷിഖ് പറഞ്ഞോളൂ. പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും ആഷിഖ്? മേന്റെ പാസ്റ്റ് ടെൻസ്. യെസ്, മൈറ്റ്, ക്യാൻ, കുഡ്. ഓക്കെ, മേ, മൈറ്റ്, ക്യാന്, കുഡ്. ചേട്ടൻ പഠിക്കണ്ടോ നോക്കാൻ വരികയാണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക്? ക്യാന്, കുഡ്, മേ, മൈറ്റ്. ഓക്കെ, ഇനി അടുത്തത്. യെസ്, അടുത്ത ആളോട് ചോദിച്ചു സർ. കൃഷ്ണേന്ദു. ഒബ്ലിഗേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യും? ഓക്കെ, ക്യാന്, കുഡ് നമ്മൾ യൂസ് ചെയ്യില്ല. ഒബ്ലിഗേഷൻസ്. ദാറ്റ്സ് ഓക്കെ. യെസ്, പറഞ്ഞോ. ഷുഡ്, മസ്റ്റ്, ഹാവ് ടു, കനോട്ട്. അതൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. നെസസിറ്റിക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നീഡ്, മസ്റ്റ്. അപ്പൊ അത്രയും കാര്യം ക്ലിയർ ആണെങ്കിലും ഒന്ന് രാജ കാണിച്ച് അത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആണ്, മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നല്ലൊരു രാജ കാണിച്ച് ക്ലിയർ ആണെങ്കിൽ നല്ലൊരു രാജ കാണിച്ച്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് എല്ലാവരും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, ഓക്കെ സർ. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ഹാക്സിലോട്ട് പോവാം. അതായത് എങ്ങനെ നമുക്കൊരു കാര്യം കൺഫേം ചെയ്യാൻ പറ്റും. സോ ഡയറക്റ്റ് ഇതിലോട്ട് വന്നു. ഓക്കെ, പ്ലീസ് ഗീവ് സം കീവേഡ്സ് ഫോർ. ബാക്കി വായിച്ചില്ല. കീവേഡ്സിന്റെ കാര്യം പറഞ്ഞ ആളാരാണ്? ആരാണ് കീവേഡ്സിന്റെ കാര്യം പറഞ്ഞത്? ഒന്ന് റേസ് ഹാൻഡ് ചെയ്യുക. കീവേഡ്സിന്റെ കാര്യം ഞാൻ ഫുള്ള് വായിച്ചില്ല. യെസ്, റോസ്മേരി ആണോ സർ? ലിറ്ററേച്ചർ ചാപ്റ്റേഴ്സ്. യെസ്, ലിറ്ററേച്ചർ ചാപ്റ്റർ നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. പിന്നെ അവസാനത്തെ ദിവസം നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. ആൻഡ് വിൽ സീ നവലെ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കണ്ട് കടിച്ചോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇനി ഹാക്സിലോട്ട് പോകും. ഇപ്പം നമ്മൾ പറഞ്ഞു മേ, മൈറ്റ്, ക്യാൻ, കുഡ് ഒക്കെ പോസിബിലിറ്റീസിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ എബിലിറ്റീസിലും വരുന്നുണ്ട്. അപ്പം നമുക്കതിനെ എങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് കറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പം നമ്മൾക്ക് ഇനി നോക്കാം ഹാക്സുകൾ. ഓക്കെ, അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പോസിബിലിറ്റീസ് ആണ്. ഓക്കെ, പോസിബിലിറ്റീസ്, എങ്ങനെ നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റെഡി ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. റെഡി ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ടയേർഡാണ് അല്ലേ?
മാത്സിന്റെ എക്സാം ഒക്കെ വളരെയധികം കറീജിയസ്ലി നിങ്ങൾ സോൾവ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ? ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചല്ലേ? സോ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ തോന്നും നിങ്ങൾക്ക്, പക്ഷെ നമ്മൾക്ക് സാവധാനം വളരെ പതുക്കെയാണ് എടുക്കുന്നത്, ഓടിച്ചെടുക്കുന്നില്ല. ബിക്കോസ് ഐ കൻ അണ്ടർസ്റ്റാൻഡ് യുവർ സ്റ്റേറ്റ്. സർ അതാരാണ് സർ സെക്കൻഡ് റോ ആദ്യത്തെ ആള്? ഫത്താഹ. ഫത്താഹ ഇപ്പൊ വീഴും ദൈവമേ. വയ്യേ ഫത്താഹ? യൂണിഫോം അടക്കം മാറാണ്ടാണ് ടീച്ചറെ ഞാൻ യു ആർ ആസ്കിങ് മീ ദിസ്. അതാണ് ഫത്താഹയുടെ എക്സ്പ്രഷൻ ഇപ്പോൾ അല്ലേ? അപ്പൊ ഈ 8:30 കഴിഞ്ഞിട്ട് വേണോ യൂണിഫോം മാറി കുളിക്കാനായിട്ട്, ഫ്രഷനപ്പ് ആവാനായിട്ട്? അയ്യോ റിച്ച് പീപ്പിൾ, സോറി. ചുമ്മാ. ഓക്കെ. ഓതേ ഒരു പൂച്ച. ഓക്കെ, എന്തൊരു പൂച്ചയാണ്. ഓക്കെ, എനിക്ക് പൂച്ചകളെ നോട്ട് ഫൗണ്ട് ഓഫ് പൂച്ചാസ്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് പൂച്ചകളെ പേടിയാണ്. എനിക്ക് പട്ടികളെയും പേടിയാണ്. നല്ല പൂച്ചയാണെന്നോ? 2 എണ്ണം ഉണ്ടെന്ന്. ഫാമിലി ആയിട്ടാണ്? ഓക്കെ, 2ഉം സെയിം ബോയ് ആണ്. യെസ്, ഓക്കെ. മറ്റേത് കണ്ടം പൂച്ചയാണെന്ന്, അത് മാന്തും എന്നാണ്. വൈറ്റ്. ഓക്കെ ഓക്കെ, മര്യാദക്ക് അൺമ്യൂട്ട് ചെയ്താൽ മതി, നമ്മൾ ഡീകോഡ് ചെയ്യാൻ നിൽക്കുകയാണ് അവരുടെ ലാംഗ്വേജ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പോസിബിലിറ്റീന്റെ ഹാക്ക് എങ്ങനെ നമുക്ക് നോക്കാം. പോസിബിലിറ്റിയിൽ മേ എന്ന് പറയുന്ന ഒരു വാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, മേ ഇസ് യൂസ്ഡ് വെൻ there is 90% ചാൻസ് ഫോർ പോസിബിലിറ്റി. നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ മേ യൂസ് ചെയ്യുള്ളൂ. മേ ഗോഡ് ഷവർ ഹിസ് ബ്ലെസ്സിങ്സ് ഓൺ യു. ഓക്കെ, എന്താണ്? പ്രാർത്ഥിക്കുകയാണ്. മേ അദ്ദേഹം ചെയ്യട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത്, മേ ഐ വിസിറ്റ് മൈ ഫ്രണ്ട്സ് ഹൗസ്. ഓക്കെ, ഞാൻ പോയിക്കോട്ടെ, പെർമിഷൻ ചോദിക്കണം. അപ്പോൾ ആ കുട്ടിക്ക് ഉറപ്പില്ല അച്ഛനും അമ്മയും വിടും എന്നുള്ള കാര്യത്തിൽ. ആ കുട്ടിക്ക് ഒട്ടും ഉറപ്പില്ല. എന്നിട്ടും ഹീസ് ആസ്കിങ്. പോസിബിലിറ്റി ഉണ്ട്, ചിലപ്പോൾ വിടാം, ചിലപ്പോൾ വിടാണ്ടിരിക്കാം. പക്ഷെ എന്താണ്? ചാൻസ് ആണ്. അതൊരു ചാൻസ് മാത്രമേ നമുക്ക് ഇവിടെ പറയാൻ പറ്റുള്ളൂ. മേ ഐ വിസിറ്റ് മൈ ഫ്രണ്ട്സ്, ഞാൻ പോയിക്കോട്ടെ നമ്മൾ ചോദ്യം ചെയ്തൊക്കെ നമ്മൾ പെർമിഷൻ എടുക്കുകയാണ്. ഓക്കെ, സോ മേ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ആ ഫസ്റ്റത്തെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മേ ഇസ് യൂസ്ഡ് വെൻ ദർ ഇസ് 90% പോസിബിലിറ്റി. പോസിബിലിറ്റിക്ക് മാക്സിമം ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ മേ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി അടുത്തത് നോക്കാം കേട്ടോ. might is used when there is 10% possibility and in present perfect tense. Okay, might യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? 10% പോസിബിലിറ്റി ഉള്ളപ്പോഴാണ് നമ്മൾ might യൂസ് ചെയ്യുന്നത്. ഓൺലി 10% പോസിബിലിറ്റി, കൂടുതലില്ല. നോക്കിയേ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബിന്റെ ഫോം ഏതാണ്? ആര് പറയും? പെർഫെക്റ്റ് ടെൻസ്. ഞാൻ പറഞ്ഞു പെർഫെക്റ്റ്. അപ്പൊ എന്തായിരിക്കും നമ്മൾ പെർഫെക്റ്റ് ടെൻസിൽ എത്രാമത്തെ വെർബിന്റെ ഇതായിരിക്കും നമ്മൾ? അതെനിക്കിഷ്ടായി. അനാമിക അർജുൻ കൈ കാണിച്ചപ്പോൾ എടാ തെറ്റാണ് എന്ന് പറഞ്ഞ് അനാമിക തന്നെ കൈ താഴ്ത്തി അല്ലേ അനാമിക? യെസ്, ഒരാൾ വിളിച്ചു സർ. ഹംദാനെ? അയ്യോ, അഹമ്മദ്. ഇറ്റ്സ് ഓക്കെ, വീടാകുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാകും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. യെസ്, അപ്പൊ ഹംദ അഹമ്മദ് പറഞ്ഞോളൂ. അല്ലടാ, V1 നമ്മൾ യൂസ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അഹമ്മദ് കുറെ നേരമായിട്ട് 1 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നീ V1 ആണ് പറയാൻ, എന്നിട്ട് ഞാൻ വിളിച്ചത് വേറൊന്നല്ല. V1 നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റിന് മാത്രമാണ്. അപ്പൊ അന്ന് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, V3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പെർഫെക്റ്റ് എന്ന് എപ്പോഴും എങ്ങനെയാ പറയാ? പെർഫെക്റ്റ് അല്ലേ? നമ്മൾ അടിപൊളി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സിംബലൈസ് ചെയ്യും അല്ലേ? സോ എന്താണ്? 3 ഫിംഗേഴ്സ് ആണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ V3 ഇസ് യൂസ്ഡ് ഇൻ പെർഫെക്റ്റ് ടെൻസസ്. പെർഫെക്റ്റ് ടെൻസ് എല്ലാം നമ്മൾ V3, അതായത് V3 എന്നുള്ള ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ മൈറ്റ് ഇസ് യൂസ്ഡ് വെൻ there is 10% പോസിബിലിറ്റി. പോസിബിലിറ്റി വളരെ കുറവാവുന്ന സമയത്താണ് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നത്. അത് ഉറപ്പൊട്ടുമില്ല, 10% ഉറപ്പുള്ളൂ. മറ്റേതെന്താണ്? മേ എന്താണ്? നമുക്ക് ചാൻസസ് ആർ മോർ. പക്ഷെ മൈറ്റില് ചാൻസസ് ആർ കമ്പാരിറ്റീവ്ലി ലെസ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഷീ മൈറ്റ് വിസിറ്റ് ദ ടെമ്പിൾ ടുഡേ. ചാൻസസ് ഉണ്ട്, ടെമ്പിളിൽ പോവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ചാൻസ് ഇല്ല. അപ്പൊ ചാൻസസ് ഉണ്ട് എന്ന് പറയാണ്. റിട്ട മൈറ്റ് ഹാവ് കോൾഡ് ബട്ട് ദ ഫോൺ വാസ് ഓൺ സൈലന്റ് മോഡ്. റീത്ത ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും. ഒരാളോട് കോൺവെർസേഷനിൽ പറയാണ്, റീത്ത ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്താണ്? എന്റെ ഫോൺ സൈലന്റിലായിരുന്നു. ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാവും, ഉറപ്പില്ല. റീത്ത 5 മണിക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ചിലപ്പോൾ റീത്ത വിളിച്ചിട്ടുണ്ടാകും. ഷീ ഈസ് നോട്ട് ഷുവർ. അപ്പൊ മൈറ്റ് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? പോസിബിലിറ്റി വളരെ കുറവാകുമ്പോഴാണ് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നത്.
മേ യൂസ് ചെയ്യുന്നപ്പോഴാണ് പോസിബിലിറ്റി വളരെ അധികം കൂടുതലായി നിൽക്കുമ്പോഴാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത്. മേയും മൈറ്റിന്റെ ഡിഫറൻസ് ക്ലിയർ ആണെങ്കിലും എന്താ കാണിച്ച്, മേ മൈറ്റിന്റെ ഡിഫറൻസ് ക്ലിയർ ആണെങ്കിലും എന്താ കാണിച്ച്. ഇനി എബിലിറ്റിന്റെ കാര്യം, വില്ല്, എനിക്ക് ചെയ്യാൻ പറ്റും, വിൽ അല്ലേ, അതെന്തിനാണ്, ഒരു പ്രോമിസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും, ഓർ ടു കൺവേ സെൻസ് ഓഫ് ഡിറ്റർമിനേഷൻ. അതായത് ഐ ക്യാൻ ഡു ദിസ് എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ അവിടെ വില്ല് യൂസ് ചെയ്യുന്നത്. വിൽ ഇസ് യൂസ് ടു ഫുൾഫിൽ എ പ്രോമിസ് ഓർ ടു കൺവേ സെൻസ് ഓഫ് ഡിറ്റർമിനേഷൻ. എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കത് ചെയ്യാൻ ഇഷ്ടമുണ്ട് എന്ന് നമ്മൾ നമ്മുടെ വില്ല് കാണിക്കുമ്പോഴാണ് നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ എബിലിറ്റിയിൽ ആ വില്ല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വില്ല് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്, കൊടുത്തിരിക്കുന്ന ഒരു പ്രോമിസ്, കൊടുത്തിരിക്കുന്ന ഒരു വർക്ക് ചെയ്യാൻ ഉറപ്പായിട്ട് പറ്റും എന്ന് നമുക്കൊരു പോയിന്റിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും, നമ്മൾ അവിടെ വില്ല് യൂസ് ചെയ്യും. അതേ സമയത്ത് വുഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, വുഡ് ഇസ് യൂസ്ഡ് ഫോർ പാസ്റ്റ് ഹാബിറ്റ്സ് ടു ഓഫർ ടു എക്സ്പ്രസ് എ ഡിസയർ. അതായത് എന്തെങ്കിലും കാര്യം ഓഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ വുഡ് യൂസ് ചെയ്യും. എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും പാസ്റ്റ് ഹാബിറ്റുകൾ. ഓക്കെ, ഐ വുഡ് വേക്ക് അപ്പ് അറ്റ് 6 AM എവറി ഡേ. ഞാൻ പണ്ട് ചെയ്തിരുന്ന പണിയാണ്, ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ഡിസയർ, ഒരു ആഗ്രഹം നമ്മൾക്കുണ്ട്, ഒരു ആഗ്രഹം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ആൻഡമാൻ ദിസ് വെക്കേഷൻസ്. ഈ ഒരു വെക്കേഷനിൽ എനിക്ക് ആൻഡമാനിൽ പോകണമെന്നാണ് താല്പര്യം, പക്ഷെ ഉറപ്പില്ല, ആൻഡമാനിൽ പോകാൻ പറ്റുമോ എന്നറിയില്ല, ഉറപ്പൊന്നുമില്ല നമുക്ക്. സോ ആ ഒരു പോയിന്റിൽ നമുക്ക് എന്ത് പറയാം, ഐ വുഡ് വേക്ക് അപ്പ് അറ്റ് 6 AM എവറി ഡേ. അതെന്താണ്, അതൊരു പാസ്റ്റ് ഹാബിറ്റ് ആണ്. ഐ വുഡ് ലൈക്ക് ടു ഗോ ഓൺ എ ട്രെക്ക്, അതായത് ഒരു ഡിസൈർ, ഒരു ആഗ്രഹം അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. സോ പാസ്റ്റ് ഹാബിറ്റ്സ് ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്, ഒരാൾക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുക, പിന്നെ ഡിസയർ, ടു എക്സ്പ്രസ് എ ഡിസയർ. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ എടുത്ത് പറയാം. ഇനി അടുത്തയിലോട്ട് പോകുമ്പോൾ ഒബ്ലിഗേഷൻസ്, നമുക്കിവിടെ ഷാൽ എന്ന് പറയുന്നതാണ് വരുന്നത്. ഷാൽ വരുന്നത് ഒഫീഷ്യൽ കോൺവെർസേഷൻസിലാണ്. ഓക്കെ, ഒഫീഷ്യൽ കോൺവെർസേഷൻസിലും ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് മീറ്റിംഗിലൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഷാൽ യൂസ് ചെയ്യാറ്. ദി ആപ്ലിക്കന്റ് ഷാൽ പ്രൊവൈഡ് എ വാലിഡ് ഐഡന്റിറ്റി, അതൊരു ലീഗൽ ഡോക്യുമെന്റിന് വേണ്ടി യൂസ് ചെയ്യാണ്. ഹി ഷാൽ കൺവേ ദ മെസ്സേജ് ടു ദി കൺസേൺഡ് പേഴ്സൺ. അപ്പൊ അവിടെയും എന്തുതന്നെയാണ്, അതൊരു ഫോർമൽ ടോൺ ആണ്. ഷാൽ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ടോൺ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. സാറിന് കിട്ടിയില്ലേ? എനിക്ക് കിട്ടിയല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ ഷാൽ യൂസ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ എന്തിനു വേണം, ഫോർമൽ ടോൺസിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഷാൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് നെസസിറ്റി ഉണ്ട്, ഷുഡ്. ഷുഡ് എന്ന് പറയുമ്പോൾ അത് സജഷൻസിന് വേണ്ടിയായിരിക്കും, എപ്പോഴും സജഷൻസ് അല്ലെങ്കിൽ അഡ്വൈസിന് വേണ്ടിയായിരിക്കും നമ്മൾ ഷുഡ് യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു ഷുഡ് യൂസ് ചെയ്യും, ഷാൽ യൂസ് ചെയ്യും എന്ന് പറഞ്ഞു, പക്ഷെ അത് എപ്പോഴും ഏതൊക്കെ എബ്സ്ട്രാക്റ്റിലാണ്, ഏതൊക്കെ സെഗ്മെന്റ്സിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തില്ല. സോ അതിൻ്റെ ഒരു കാര്യമാണ് ഷുഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, സജഷൻസ് പറയാൻ വേണ്ടി, അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചു. അപ്പോൾ അത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് മൊഡാൽസ് ആണ്. മൊഡാൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊഡാൽസ് എബിലിറ്റി, നെസസിറ്റി, ഒബ്ലിഗേഷൻസ്, പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ് അഭിനവ് ടി യു യൂസ് ചെയ്യുന്നത്. ഓക്കെ അഭിനവേ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം, ഓരോന്നിനും, അതായത് നെസസിറ്റി കാണിക്കാനായാലും പോസിബിലിറ്റി കാണിക്കാനായാലും ഓരോന്നിനും എന്തുണ്ട്, കറക്റ്റ് ആയിട്ട് വീണ്ടും ആരട്ടേക്കണേ. ഓക്കെ, സോ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണ്, ഇപ്പോൾ നിങ്ങൾ അനലറ്റിക് പാരഗ്രാഫ് വിടാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ടീച്ചറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ടീച്ചറെ കുറച്ച് വീഡിയോസിൽ ഇങ്ങനെ കാണുന്നുണ്ട്, സോ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് നിങ്ങൾ ചോദിച്ചു നോക്കിക്കോളൂ. ഓക്കെ, ഇപ്പോൾ മൊഡാൽസ് പഠിക്കുമ്പോൾ ദർ ഇസ് നോ നീഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അസ് അബൌട്ട് ദ ടോപ്പിക്. അനലറ്റിക് പാരഗ്രാഫിനെ പറ്റി നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ട, അത് കഴിഞ്ഞു. അരമണിക്കൂറിൽ നമ്മൾ ആ ടോപ്പിക് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, എബിലിറ്റി ഒന്നും കൂടി കാണിക്കോ. യെസ്, ഇതാണ് എബിലിറ്റി. എബിലിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡാൽസ് ഉണ്ട്. അങ്ങനെ ഓരോ ആക്ഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡാൽസ് ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, മൊഡാൽസ് നമ്മൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവാം, പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു അതിലാണ് നമ്മുടെ ആൻസേഴ്സ് കിടക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത്, അയ്യോ ഇത്രയും മതിയോ, ഇനി കാണിക്കണോ എബിലിറ്റി? മാറ്റിക്കോട്ടെ, ഓക്കെ അല്ലേ? ഈ ഫയൽ ഗ്രൂപ്പിൽ അഴിക്കൂലേ? അഴിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത ഇടാണ്, ഒന്ന് ചെയ്ത് നോക്കിയേ.
സ്റ്റേറ്റ്മെന്റ് വായന ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ 6 മിനിറ്റ് സമയം ഒരെണ്ണം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്തു. ബിക്കോസ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ എഴുതുന്നത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അപ്പം അവിടെ മാർക്ക് വീഴും. പക്ഷെ ചില ടോപ്പിക്കുകളുണ്ട് നമ്മൾ എത്ര പഠിച്ചിട്ട് എഴുതിയാലും ചിലപ്പോൾ നമ്മുടെ വല്ല സ്പെല്ലിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും കാര്യം നമുക്ക് 1/2 മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇതങ്ങനെയല്ല, നമ്മുടെ ഗ്രാമർ അങ്ങനെയല്ല. ഇഫ് യു നോ ദി ആൻസർ യു വിൽ ഗെറ്റ് ദ മാർക്സ്. അതാണ്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ്സും ടൈം കൊടുത്ത് എന്നും പറഞ്ഞ് കുറേ നേരം ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചുകൊണ്ടിരിക്കരുത്. ഗിവ് ടൈം ആൻഡ് ഗിവ് ദി കറക്റ്റ് ആൻസേഴ്സ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് 6 മിനിറ്റ് സമയം എടുക്കുക. സർ 6 മിനിറ്റ് ടൈമർ വെച്ചോളൂ. 6 മിനിറ്റ് സമയത്തിൽ അത് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ചെയ്യുക, വായിക്കുക, 1 by 1 ആൻസേഴ്സ് എഴുതി പോവുക. ഓക്കെ, വെറുതെ ഇത് നോക്കിയാ ഇത് മേ ആണ് ഇത് മൈറ്റ് ആണ് എന്ന് എഴുതി പോകരുത്. കറക്റ്റ് ആയിട്ട് തന്നെ അത് ചെയ്യുക. ഓക്കെ ഓക്കെ സർ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ആൻസേഴ്സിലോട്ട് പോകാൻ നോക്കട്ടെ. എത്ര ആൾക്കാരുടെ അസംഷൻസും ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഇന്ന മൊഡാൽ യൂസ് ചെയ്തത്. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കൂടുതലും നിങ്ങൾക്ക് കറക്റ്റ് ആയി കിട്ടാനാണ് ചാൻസ്. ഇതിൽ ലാസ്റ്റ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാനും ലാസ്റ്റ് ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ വിളിച്ചോളൂ സർ. ഓ, അശ്വിനി. യെസ്, അശ്വിനി പറഞ്ഞോളൂ. ഐ ഡാഷ് അറേഞ്ച് ദ ഫ്ലവേഴ്സ് ഫോർ ദി ബൊക്കെ. എന്തായിരിക്കും? ഐ ക്യാൻ. ഓക്കെ, വെരി ഗുഡ്. ഐ ക്യാൻ. എന്തുകൊണ്ടാണ് അവിടെ ക്യാൻ വന്നത്? യെസ്, അടുത്തുള്ള വിളിച്ചത് സർ. യെസ്, ശിവന്യ. എന്തുകൊണ്ടായിരിക്കും ശിവന്യ അവിടെ ക്യാൻ വന്നത്? ഒന്ന് ഓർത്ത് നോക്കുക. അതായത് എനിക്ക് ഫ്ലവേഴ്സ് ബൊക്കേക്ക് വേണ്ടി വാങ്ങാം. ഒരു ലവർ ആണ് ഇത് പറയണമെങ്കിൽ എന്തായിരിക്കും അവന്റെ ഇന്റൻഷൻ അല്ലെങ്കിൽ അവളുടെ ഇന്റൻഷൻ? അത് എങ്ങനെയെങ്കിലും പാർട്ട്ണറിന് കൊടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അവിടെ ക്യാൻ വന്നത്? യെസ്, ഒബ്ലിഗേഷൻ അല്ല, എബിലിറ്റി ആണ്. ഓക്കെ, അവനത് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എബിലിറ്റി ആണ് അവിടെ അത് കാണിക്കുന്നത്. ഓക്കെ അല്ലേ ശിവന്യ? ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. എബിലിറ്റി ആണ് കാണിക്കുന്നത്. ദാറ്റ് ഹി ഓർ ഷീ ക്യാൻ ബൈ ദ ഫ്ലവേഴ്സ്. എന്തൊക്കെയായാലും ഫ്ലവർ വാങ്ങാൻ പറ്റും. ഇനി അടുത്തത്, ഐ ബോറോ ദിസ് പെൻ ഫ്രം യു. എന്തായിരിക്കും? പിന്നെ ഇവിടെ ഞാൻ അടുത്തത് പറഞ്ഞില്ല, മേ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് പെർമിഷൻസിന് വേണ്ടിയാണ്. പെർമിഷൻസിന് വേണ്ടിയാണ് നമ്മൾ മേ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പെർമിഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഐ മേ അറേഞ്ച് ദ ഫ്ലവേഴ്സ്. അവിടെ പെർമിഷൻ അല്ല വേണ്ടത്, അവിടെ നമുക്കൊരു ഉറപ്പാണ് കറക്റ്റ് ആയിട്ട് വേണ്ടത്. ഓക്കെ, എബിലിറ്റി ആണ് നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ക്യാൻ ആണ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. ഓക്കെ അല്ലേ? അത് തെറ്റോ? ആരെങ്കിലും മേ ഇട്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ചേ. മേ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തയിലോട്ട് പോവാം. യെസ്, അടുത്തുള്ള വിളിച്ചോളൂ സർ. വാവ്, പാർവതി. ഞാനും പാർവതിയാണ്. പാർവതി. പാർവതി. യെസ്, മേ ആണ്. ഇപ്പൊ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. മേ നമ്മൾ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഈ സ്ഥലത്തുള്ള വിളിച്ചത് സർ. എബിലിറ്റി ആണോ പെർമിഷൻ ആണോ മേ? യെസ്, വിളിച്ചോളൂ സർ. സഞ്ജന, മേ നമ്മൾ യൂസ് ചെയ്യുന്നത് എബിലിറ്റിക്ക് വേണ്ടിയാണോ പെർമിഷന് വേണ്ടിയാണോ സഞ്ജന? പെർമിഷന് വേണ്ടിയാണ്. സോ അവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്നത് എന്ത് തന്നെയാണ്? മേ തന്നെയാണ്. മൈറ്റ് നമ്മൾ നോർമൽ കേസുകളിൽ പെർമിഷൻസിന് വേണ്ടി യൂസ് ചെയ്യാറില്ല. മേ ആണ് നമ്മൾ പെർമിഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരാളോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് അവരുടെ പെൻ എടുക്കുന്നത്. അൺടിൽ ആൻഡ് അൺലെസ് ഹി ഓർ ഷീ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് വി ഡോണ്ട് ആസ്ക്. അല്ലേ? നമ്മൾ റാൻഡംലി വലിച്ചെടുത്തോളും. ബിക്കോസ് നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതേസമയം ഗൂഗിളെ നമ്മൾ ഒട്ടും അറിയാത്ത ഒരാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു റെസ്പെക്റ്റോട് കൂടി ഒന്ന് ചോദിക്കില്ലേ പെർമിഷൻ? സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ മേ യൂസ് ചെയ്യുന്നത്. തലവേദന എടുക്കണ്ട, മാത്സിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഇല്ല. ഓക്കെ, യെസ്. അടുത്ത ഒരാളെ വിളിച്ചോളൂ സർ. ഗൂഗിൾ പറഞ്ഞോളൂ. മൈറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? ദ ടീച്ചർ മൈറ്റ് ആസ്ക് യു ടു ബ്രിങ് ദി ഹോംവർക്ക്. ഓക്കെ, മൈറ്റ് എന്താണ്? മൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വേണ്ടി എന്തിനാണ്? പോസിബിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നത്. പോസിബിലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ മൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാൻ ഒരു എബിലിറ്റി ആണ്, ടീച്ചറിന് എന്തായാലും ഇല്ല. നമ്മളവിടെ പോസിബിലിറ്റി ആണ് പ്രസന്റ് ചെയ്യണത്. ടീച്ചർ വന്ന് ചോദിക്കാം, അല്ലേ ശ്രീഭദ്രേ? ഉറക്കം വരുന്നുണ്ടല്ലേ? കണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. മൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, പെർമിഷൻസിന് വേണ്ടിയാണ് നമ്മൾ അവിടെ മൈറ്റ്
യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് വരാം. നാലാമത്തെ ചോദ്യം നോക്കാം. അക്കോർഡിംഗ് ടു ദ വെദർ ഫോർകാസ്റ്റ് ഇറ്റ് ഡാഷ് സ്നോ ഹെവിലി ടുമോറോ. ഷാലാണോ മേ ആണോ? യെസ്, അടുത്ത ആൾ വിളിച്ചേ സർ. ജുവാനെ, അതായത് ഫോർകാസ്റ്റിൽ കാണിക്കുന്ന എന്താണ്? ഒരിക്കലും ഫോർകാസ്റ്റിൽ അവർ ആക്യുറേറ്റ് ഇൻഫർമേഷൻസ് കൊടുക്കില്ല. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ, അല്ലെങ്കിൽ അത് നടക്കാൻ ചാൻസസ് ഉണ്ടെന്ന് മാത്രമേ അതിൽ കാണിക്കുള്ളൂ. അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, വിളിച്ചോളൂ സർ. യെസ്, റൈസ. യെസ്, റൈസ പറഞ്ഞോളൂ. റൈസ. യെസ്, ഇറ്റ് മേ. ഷാല് നമ്മൾ, വെരി ഗുഡ്. ഷാല് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഫോർമൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഷാല് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നോക്കി, അക്കോർഡിംഗ് ടു ദ വെദർ ഫോർകാസ്റ്റ് ഇറ്റ് മേ സ്നോ. മേ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? യെസ്, അടുത്തുള്ള വിളിച്ചത് സർ. മേ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? യെസ്, എന്തിനാണ്? ദിൽ കൃഷ്ണ. മേ നടക്കാം. അപ്പൊ എന്തായിരിക്കും അത്? പോസിബിലിറ്റി ആണോ, പെർമിഷൻ ആണോ, എബിലിറ്റി ആണോ, എന്താണത്? വെരി ഗുഡ്. യെസ്, 90% പോസിബിലിറ്റി കേസിനെയാണ് നമ്മൾ മേ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പോസിബിൾ ചാൻസ് ആണ്. ഉറപ്പില്ല, ബട്ട് അതൊരു പോസിബിൾ ചാൻസ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റിനിലോട്ട് വരാം. രാജ് hasn't studied well. He dash fail his exam. മൈറ്റ് ആണോ അതോ ഷാൽ ആണോ? യെസ്, അടുത്ത ആളെ വിളിച്ചേ സർ. തീർത്ത ഒന്ന് ചിരിക്ക്. തീർത്ത് എനിക്ക് വയ്യ അല്ലേ? യെസ്, തീർത്ത പറഞ്ഞോളൂ. മൈറ്റ്. എന്തുകൊണ്ടാണ് മൈറ്റ് യൂസ് ചെയ്യാൻ കാരണം? പോസിബിലിറ്റി ആണ് അല്ലേ? അവൻ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്, പഠിച്ചില്ലെങ്കിൽ അവന് പണി കിട്ടും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഇഫ് വി ആർ നോട്ട് സ്റ്റഡിങ് വെൽ, നമുക്ക് വലിയ മാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോക്കി, മൈറ്റ്, ഹി മൈറ്റ് ഫെയിൽ ഹിസ് എക്സാം. ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ. യെസ്, യു ഡാഷ് ഫോളോ ദ ട്രാഫിക് റൂൾസ്. എന്തായിരിക്കും? യെസ്, അടുത്തുള്ള വിളിച്ചേ സർ. ആശിഷ്. ആശിഷ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. യെസ്, ആശിഷ് പറഞ്ഞോളൂ. യു ഡാഷ് ഫോളോ ദ ട്രാഫിക് റൂൾസ്. എന്തായിരിക്കും? യെസ്, അത് വേറൊരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ ഇവിടെ മസ്റ്റ് പറയണത്. അനിയത്തിയാണോ? അവളെ ആൻസർ പറഞ്ഞിട്ടാണോ നീ മസ്റ്റ് എന്ന് പറയണത്? എന്റെ കല്യാണോ? എന്താ പറഞ്ഞത്? കണ്ടപ്പോ പറഞ്ഞതാണല്ലേ. ഞാൻ കേട്ടത് എന്റെ കല്യാണം അങ്ങനെ എന്തോ ഇവിടെ കേട്ടത്. എന്റെ കല്യാണം ഞാൻ കേട്ടത്. സത്യമായിട്ട് ഞങ്ങൾ അതാ കേട്ടത്. അനിയത്തി ചിരിക്കുന്നൊക്കെ ചെയ്യണ്. ഓക്കെ, എന്നിട്ട് ചിരിക്കാണ്. ആശിഷ് പണ്ടും ഇങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലേ. ദൈവം, ഇതിനൊരു വ്യത്യാസം ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ മസ്റ്റ് ആണ്. അതെന്താണ്? ഇവിടെ നെസസിറ്റി കാണിക്കുന്നത്, അത്യാവശ്യമാണത്. വി ഷുഡ് ഡു ഇറ്റ്. അപ്പൊ എന്താണത്? ഒബ്ലിഗേഷൻ ആണ്. ഒബ്ലിഗേഷനിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ മൊഡാൽസ് ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. ഹാക്സ് നമ്മൾ നോക്കി, എക്സസൈസ് ചെയ്തു, എല്ലാവരും ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. ഇതാരാണത്? വരദേ, വരദ. യെസ്, വരദേ, ഇവിടെ നോക്ക്. വരദേ. ഓക്കെ, വെറുതെ വിളിച്ചതാ. വെറുതെ സൈഡിലോട്ട് ഇരിക്കണപ്പോ വിളിച്ചതാണ്. ഓക്കെ, ഡിസ്കസ് ചെയ്യണോ? ഓക്കെ. എന്നിട്ട് എന്തായിരുന്നു കൺക്ലൂഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നല്ലായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അനലിറ്റിക് പാരഗ്രാഫ് തീർത്തു, മൊഡാൽസ് തീർത്തു. മൊഡാൽസിൽ കഴിഞ്ഞിട്ടില്ല, കുറേ ഉണ്ട് പഠിക്കാൻ. അടുത്ത സെറ്റ് ചെയ്തേ. ഇവിടെ മസ്റ്റ്, ഓർ ടു, അങ്ങനെ വേറെ കുറേ വാക്കുകൾ വരുന്നുണ്ട്. നമ്മൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നു അത്രത്തോളമേ നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ എക്സസൈസ് അതുകൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. സോ കറക്റ്റ് ആയിട്ട് അടുത്ത സെറ്റ് ഓഫ് എക്സസൈസ് ചെയ്യാൻ വീണ്ടും 6 മിനിറ്റ് സമയം തരാം. അപ്പോൾ ചെയ്ത് തീർക്കാം കേട്ടോ. ഓക്കെ സർ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നോക്കാം, ബിക്കോസ് നമുക്ക് അറിയാം ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞത് മൊത്തം നിങ്ങൾ കംപ്ലീറ്റ്ലി കറക്റ്റ് ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പൊ എത്ര ആളെ വിളിച്ചു സർ? ചിന്മയ്. യെസ്, ചിന്മയ്.
പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂണാ? അത് വേണോ? Good evening. അതാണ് ഉദ്ദേശിച്ചത്. നോ പ്രോബ്ലം. ഗുഡ് ഈവനിങ്. ഓക്കെ. It must be difficult. യെസ്, ഇറ്റ് മസ്റ്റ് ബി. വെരി ഗുഡ്. ഇറ്റ് മസ്റ്റ് ബി ഡിഫിക്കൽട്ട്. മസ്റ്റ് യൂസ് ചെയ്യാൻ കാരണം എന്താണ്? അതൊരു ലോജിക്കൽ കൺക്ലൂഷൻ ആണ് അല്ലേ? എന്തൊക്കെയായാലും ഇറ്റ് മസ്റ്റ് ബി ഡിഫിക്കൽട്ട് ടു ലിവ് അഡ്മിസ്റ്റ് ദ വാർ. അതായത് യുദ്ധസമയത്ത് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതൊരു കൺക്ലൂഡിങ് വാക്കാണ്. ആൻഡ് ദാറ്റ് ഇസ് പ്രോപ്പർ. അത് കറക്റ്റ്. അവിടെ ഷുഡ് ബി വരില്ല, മസ്റ്റ് ആണ്. അത് ഉറപ്പാണ് അല്ലേ? ഷുഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ? ഒരു ഫോർമൽ പോസിബിലിറ്റി ആണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്കറിയാം ഒരിക്കലും അതൊരു പോസിബിൾ ചാൻസ് അല്ല. യുദ്ധം വന്നാൽ എല്ലാവർക്കും, ഈവൻ ദോ ഹീസ് എ റിച്ച് പേഴ്സൺ, ഈവൻ ദോ ഹി ഈസ് എ പുവർ പേഴ്സൺ, തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്തത്. മൈ മദർ ഡാഷ് സ്കോൾഡ് മീ ഇഫ് ഐ ഡോണ്ട് ഗോ ബാക്ക് ഓൺ ടൈം. എന്തായിരിക്കും? മദർ വിൽ സ്കോൾഡ് മീ ആണോ? അതോ മൈ മദർ വിൽ സ്കോൾഡ് മീ ആണോ? മേ സ്കോൾഡ് മീ ആണോ? യെസ്, അടുത്തുള്ള വിളിച്ചത് എന്താ സർ? സഫർ. യെസ്, സഫർ. ഹായ് സഫർ, പറഞ്ഞോളൂ. എന്താണ്? വില്ലാണ് ഇല്ലേ? നമ്മൾ കറക്റ്റ് സമയത്തിന് എത്തിയില്ലെങ്കിൽ അമ്മ തീർച്ചയായിട്ടും നമ്മളെ പിണങ്ങൂലേ? സഫർ. ദാറ്റ്സ് എ വെരി കോമൺ തിങ്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് അത് ഉറപ്പാണ്, അമ്മ പിണങ്ങും. ചിലപ്പോൾ പിണങ്ങുന്ന ഒരു കേസേ വരുന്നില്ല. ലേറ്റ് ആയിട്ട് നമ്മൾ എത്തുകയാണെങ്കിൽ അമ്മ വിൽ ഡെഫിനറ്റ്ലി സ്കോൾഡ് us. അപ്പോൾ വിൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ വിൽ എന്തിനു വേണ്ടിയാണ്? ഫ്യൂച്ചർ ഡിസിഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഫ്യൂച്ചർ റിസൾട്ട്. തീർച്ചയായിട്ടും അമ്മ പിണങ്ങും എന്നുള്ളൊരു കാര്യമാണ് വില്ല്. വില്ല് ഫ്യൂച്ചർ ടെൻസിനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ്, വി ഡാഷ് ടേക്ക് കെയർ ഓഫ് അവർ പാരന്റ്സ്. യെസ്, അടുത്ത എന്തായിരിക്കും? യെസ്, വൈക. എന്റെ അമ്മേ, ഞാൻ എന്തോ ഓക്കെ, ought to. ഓക്കെ, വി ought to എന്താണ്? വിസിറ്റ് ദ ലോക്കൽ ഗ്രോസറി സ്റ്റോർ സൂൺ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ അയ്യോ സോറി മാറിപ്പോയി, സ്റ്റേറ്റ്മെന്റ് മാറിപ്പോയി. വി ought to take care of our parents. ought to എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് our duty. ought to എന്ത് തന്നെയാണ്? അത് ഒബ്ലിഗേഷനിൽ വരുന്നതാണ്. ഒബ്ലിഗേഷൻ. അപ്പൊ നമുക്കറിയാം ഒബ്ലിഗേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഡ്യൂട്ടി എന്നാണ്. അപ്പൊ എന്താണ്? ദാറ്റ് ഇസ് our duty to serve our parents. അല്ലെ? ഇത്രയും നാൾ നമ്മൾ നോക്കി. അപ്പൊ നമ്മൾ അവരെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ അതാണ് അവിടെ കുഡ് വന്നാൽ അവിടെ ശരിയാവില്ല. അവിടെ അത് പോസിബിലിറ്റിയും ആകാം. കുഡ് വേണമെങ്കിൽ പാരൻസിനെ നോക്കാം, അതിനേലും നല്ലതാണ് വി ought to take care of our parents എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് മോർ ആപ്റ്റ്. ഓക്കെ, അപ്പോൾ ought to ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത്, ഐ ഡാഷ് വിസിറ്റ് ദ ലോക്കൽ ഗ്രോസറി സൂൺ. യെസ്, അടുത്തുള്ള വിളിച്ചത് ഹാൻലിൻ. ഹാൻലിനെ എത്ര കോട്ടുവായി? നീ എണ്ണിയോ? ഞാൻ എണ്ണി. സർ എത്ര എണ്ണാണ് നമ്മൾ ഇട്ടത്? 6. ഫോർത്ത് ആണല്ലേ? ഹാൻലിനെ സാരില്ല, നമുക്ക് എന്തായാലും ഇംഗ്ലീഷിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് 3 ദിവസം ക്ലാസ് വെച്ചിരിക്കുന്നത്. എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഓടിപ്പോയി മുഖമൊക്കെ കഴുകിയിട്ട് വരാം. ഓക്കെ, ലാസ്റ്റിന്റെ ആൻസർ പറയാം. വരുമോ? ഇല്ല പറഞ്ഞോ. ഐ വിസിറ്റ്. 4ാമത്തെ, 4th ആണേ. പറഞ്ഞോ. യെസ്, വെരി ഗുഡ്. ഐ ഷാൽ വിസിറ്റ് ദി ലോക്കൽ ഗ്രോസറി സ്റ്റോർ. ഐ ഷാൽ വരാൻ കാരണം എന്താണ്? അത് ഫ്യൂച്ചർ ഇന്റൻഷൻ ആണ്. എനിക്ക് അവിടെ പോവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. അയ്യോ ദൈവമേ ഈശ്വരാ, അവർ കേട്ടില്ലല്ലോ ഒന്നും. ഞാൻ ഒന്നും കേട്ടില്ലല്ലോ. നിങ്ങൾ ഒരു എക്സ്റ്റേണൽ വോയിസ് കേട്ടോ? എൻ്റെ അല്ലാണ്ട് കേട്ടില്ലെങ്കിൽ കേട്ടു. സാറ് പറഞ്ഞത് അത്. സാറിന് വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇല്ല, വേറൊരു ടീച്ചർ വന്നിട്ട് പറയാ ഷാല് അവിടെ യൂസ് ചെയ്തത് ചിലപ്പോൾ ചുരിദാർ ഇട്ടുകൊണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ ചിരിച്ചു കൊടുത്തിട്ടുണ്ട്. ടീച്ചർ പാവം അല്ലേ, നമ്മൾ ചിരിച്ചിട്ടുണ്ട്, വിഷമാവും. നേഹ ടീച്ചറാണ്. നേഹ ടീച്ചർ എടുക്കണല്ലേ ഇവർക്ക്? ചന്ദന മിസ്സാണ് എടുക്കണം. അപ്പോൾ അത് എടുക്കുന്നത്. ഫിസിക്സ് എടുക്കുന്നത് രാഹുൽ സാറാണല്ലേ? പ്രദീപ് സാർ. ഓക്കെ, അപ്പോൾ ഐ ഷാൽ വിസിറ്റ്. അപ്പോൾ ഷാൽ എന്താണ്? ഷാൽ അവിടെ കാണിക്കുന്നത് എന്താണ്? ഫ്യൂച്ചർ ഇൻറ്റൻഷൻ ആണ്. നടക്കാൻ ചാൻസ് ഉണ്ട്. ഫ്യൂച്ചർ ഇൻറ്റൻഷൻ ആണ്. അതായത് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഇപ്പം അല്ല, പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഇനി അടുത്തത്, യു ഡാഷ് ബി പങ്ക്ച്വൽ. യു ഡാഷ് ബി പങ്ക്ച്വൽ. അവിടെ എന്തായിരിക്കും? അവിടെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. എന്താണ് അവിടെ? യെസ്, അടുത്തുള്ള വിളിച്ചത് സർ.
യെസ് മഹിമ, ഇതൊരു അഡ്വൈസ് ആയിട്ട് കണക്കാക്കുക. ദിസ് ഇസ് ആൻ അഡ്വൈസ്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും മഹിമ വരാ? യെസ് മഹിമ, ഷുഡ് ആണോ ഓട്ട് ആണോ അവിടെ വരേണ്ടത്? യെസ് സർ, മഹിമയുടെ നെറ്റ് ഇഷ്യൂ ഉണ്ട്. മഹിമ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഇപ്പൊ നെറ്റിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അടുത്ത ആൾ വിളിക്കാം സർ. റെയ്ഹാൻ, റെയ്ഹാൻ ഒന്ന് പറഞ്ഞേ. റെയ്ഹാന് എന്തായിരിക്കും? യെസ് ഷുഡ് ആണ്. ഇവിടെ ആക്ച്വലി നിങ്ങൾ ഓത്ത് വെച്ച് നോക്കേണ്ട കാര്യമില്ല, ബിക്കോസ് ഓട്ട് ടു ആണ് കറക്റ്റ് യൂസേജ്. ഒരിക്കലും ഓട്ട് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. അതായത് ചിന്തിച്ചോളൂ, ഓട്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി കൊണ്ടിട്ടേക്കുന്നതാണ്. ഓട്ട് ടു എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ആ സെന്റൻസ് ഫോർമേഷൻ കറക്റ്റ് ആവുള്ളൂ. ഓട്ട് മാത്രമായിട്ട് നമ്മൾ ഒരു സെന്റൻസും എഴുതാറില്ല. സോ യു ought be punctual, that is wrong. You should be punctual. അതൊരു അഡ്വൈസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻ അഡ്വൈസ്. യെസ്, അടുത്തുള്ള വിളിച്ചേ സർ. എമിയ, എമിയ അടുത്ത ആൻസർ പറഞ്ഞ എമിയ. 1 dash repay all their debts. എന്തായിരിക്കും? യെസ് 1 should. അതെന്താണ്? അതൊരു ഡ്യൂട്ടിയാണ്. അവർ കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യുക എന്നുള്ളത് അത് അവരുടെ ഡ്യൂട്ടിയാണ്. സോ അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ought to ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. യെസ്. ഓക്കെ, ഈ മസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ മസ്റ്റ് വരണ്ട, നമ്മുടെ ഡ്യൂട്ടി ആണെന്നുള്ള കാര്യം മാത്രം നമ്മൾ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് മസ്റ്റ് ബി ഡിഫിക്കൽട്ട് ടു ലിവ് അഡ്മിസ്റ്റ് ദ വാർ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നമ്മൾ സോഷ്യൽ സിനാരിയോ നോക്കാം. ഓക്കെ, അപ്പോൾ ഷുഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ മെയിൻ ആയിട്ട് വരാൻ കാരണം എന്തായിരിക്കും? ഷുഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ മെയിൻ ആയിട്ട് വരാൻ കാരണം അതൊരു അഡ്വൈസ് ആയി പോകും. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഡിഫിക്കൽട്ട്, അതൊരു അഡ്വൈസ് ആയി പോകും. പക്ഷെ നമ്മളിവിടെ അഡ്വൈസ് അല്ല, നമ്മളിവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയേണ്ടത്. അതായത് ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ പറയേണ്ടത്. ബിക്കോസ് വാറിന്റെ സമയത്ത് ഒരു അഡ്വൈസ് അല്ല, ദാറ്റ് ഇസ് ട്രൂ. എന്തൊക്കെയായാലും യുദ്ധത്തിന്റെ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ദാറ്റ് ഇസ് എ ഫാക്ട്. അപ്പൊ എന്താണ്, നമ്മൾ അവിടെ കൃത്യമായിട്ടുള്ള കാര്യം ഉറപ്പോട് കൂടി നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയണം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ എന്താ കാണിച്ചേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ അവിടെ മസ്റ്റ് യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. ഓക്കെ ആണെങ്കിൽ ഒന്ന് ചാടി എഴുന്നേറ്റ്. കമോൺ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ചാടി എഴുന്നേറ്റ്. കമോൺ കമോൺ കമോൺ. ഓക്കെ, യെസ്. ഇനി വിളിച്ചോളൂ സർ ഓരോരുത്തവരെയും. ഇരിക്കുന്ന ആൾക്കാര്. അമ്മയ എഴുന്നേക്ക്. അമ്മയ കട്ടില്ലൊക്കെ നല്ല പഠിക്കുന്നത് കൊള്ളാം. സോറി. കൃഷ്ണ വേദ വേണി എഴുന്നേറ്റ് കണ്ണേ. സോറി ബ്രേക്ക് എപ്പോഴാണ്? അതാരാണ് സർ? അയ്യോ സോറി. ഫത്താഹ സാരിലിരുന്നു. യൂണിഫോം ഇട്ടായിരുന്ന ഫത്താഹയ്ക്ക് ഒരു കൺസിഡറേഷൻ. ഓക്കെ, ഓക്കെ, യൂണിഫോം ഇട്ടവരൊക്കെ ഇരുന്നോളൂ കേട്ടോ. ഈശ്വര, ഇനി അതൊരു പ്രശ്നമാവേണ്ട. യൂണിഫോം ഇട്ടവരൊക്കെ ഇരുന്നു. ഓക്കെ, യെസ്. ഇത് മനസ്സിലായി. മൊഡാൽസ് ഓക്കെയാണ്. രണ്ട് സെറ്റ് ഓഫ് എക്സസൈസുകൾ നമ്മൾ ചെയ്തു. ought to വരുന്ന കാര്യം, ഷാൽ, ക്യാൻ വരുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഇരുന്നോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയും ഡൗട്ടുകൾ ഉണ്ടാകാം. ആൻഡ് ഡൗട്ട്സ് ആർ ഓൾവേസ് വെൽക്കം. പക്ഷെ അത് മെന്റേഴ്സിന്റെ സ്ഥലത്ത് ഡൗട്ട് ചോദിക്കുന്നതിന് കുറച്ചുകൂടെ നല്ലത്. ബിക്കോസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഓരോ ഡൗട്ടുകൾ വരിക. ഓക്കെ, അപ്പൊ അത് ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിക്കുക. യെസ്. നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കോഴ്സിലോട്ടാണ് പോകുന്നത്, ലെറ്റർ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ നമ്മളത് കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, വൗ, കൈൻഡ് സിക്ക്. യു ഷുഡ് സേ ഷീ ഈസ് സിക്ക്. ഓക്കെ, അത് കൊള്ളാം. ഞാനിവിടെ ഓക്കെ, അത് കൊള്ളാം. ഓക്കെ, ആയിഷ കൈൻഡ് സിക്ക് ഒന്നും അല്ല, ആക്ച്വലി സിക്കാണ്. ഓക്കെ, എന്തൊരു സാധനമാണെന്ന് നോക്കി. എല്ലാവരും അറിയാം എന്താണ് എനിക്ക് വയ്യാത്തതെന്ന്. വന്നിട്ട് ഇപ്പോൾ പറയണേ കൈൻഡ് സിക്ക്. ഓക്കെ, കൈൻഡ് സാറിന് വിളിക്കാനാണ് സാറിന്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലെറ്റർ റൈറ്റിംഗ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലെറ്റർ റൈറ്റിംഗ്. അപ്പൊ നമുക്ക് നോക്കാം.
ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഞാൻ അടുത്ത ബ്രേക്ക് തരാം. ഓക്കെ? റൈസ ഇതെന്താണ്, ഇത് ബ്രേക്ക് മാത്രമേ ഉള്ളൂല്ലോ അല്ലേ റൈസ? 3 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ പറ്റുമോ റൈസേ? അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? സോ ഐ തിങ്ക് ഓരോ 1 hour നിങ്ങൾക്ക് ബ്രേക്ക് വേണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതും എസ്പെഷ്യലി ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും വേണം. നിങ്ങൾക്ക് ഭ്രാന്തായി പോയില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. ലെറ്റർ റൈറ്റിംഗ് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ടൈപ്പ് ഓഫ് ലെറ്റർ ഉണ്ട്? യെസ്, അടുത്തുള്ള വിളിച്ചേ സർ. യെസ്, മുഹമ്മദ് ഹംദാൻ. അയ്യോ, ഇരുന്നോളൂ. സോറി. യെസ്, ഹംദാൻ പറഞ്ഞോളൂ. ഹംദാനെ, ലെറ്റർ റൈറ്റിംഗ് എത്ര ടൈപ്പ് ഓഫ് ലെറ്റർ? ഫോർമൽ ലെറ്റർ അൺഫോർമൽ അല്ല, ഇൻഫോർമൽ ആണ്. പക്ഷെ ദാറ്റ് വാസ് ക്യൂട്ട്, ഇഷ്ടായി. ഓക്കെ, that comes under formal letter. Okay, letter to the editor, letter to the manager, complaint letter, അതൊക്കെ ഫോർമൽ ലെറ്ററിന് അണ്ടറിലാ വരുന്നത്. ഓക്കെ, ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇൻഫോർമൽസ്. യെസ്, അടുത്ത ആൾ വിളിച്ചു സാർ. ഇൻഫോർമൽ ലെറ്റർ എന്തായിരിക്കും? ഇപ്പൊ ഹംദാൻ നമുക്ക്, ഹംദാൻ അല്ലേ സർ? ഹംദാൻ നമുക്ക് പറഞ്ഞു തന്നു ഫോർമൽ ലെറ്റർ ഉണ്ട്, ഇൻഫോർമൽ ലെറ്റർ ഉണ്ട്. യെസ്, ഇനി ഇതാണ് സർ ആഷ്ന. ആഷ്ന, വാട്ട് ഇസ് ഇൻഫോർമൽ? എന്താണ് ഇൻഫോർമൽ ലെറ്റർ? അപ്പോ അമ്പമ്പോ വേണ്ട ആഷ്ന, നമുക്ക് വേറൊരാളോട് ചോദിക്കാം. ഇപ്പൊ കിടിലൊരു ആൻസർ കിട്ടും. ആഷ്ന ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് അടുത്തത് നമുക്ക് ചോദിക്കാം. യെസ്, എന്താണ് സർ? അവൻ എനിക്ക് അല്ലെങ്കിൽ ഒരു കളക്ഷൻ തോന്നി, അവനെ വിളിച്ചേരും നമ്മള്. ഡാൻ നമുക്ക് പറഞ്ഞു തരും. എന്താണ് ധ്യാൻ? ഓക്കെ ധ്യാൻ, കമോൺ, ഫ്രണ്ട്സിനോട് റിവീൽ ചെയ്യും എന്താണ് ഇൻഫോർമൽ ലെറ്റർ. അങ്ങനെയല്ലല്ലോ കമന്റ് ബോക്സിൽ വന്ന മെസ്സേജ്. കമന്റ് ബോക്സിൽ വരണം സർ, എടുത്ത് ഇത് സ്ക്രീനിൽ കാണിച്ച്. എന്താണ്? പറയ് കമോൺ പറയ്. അതല്ല, ക്ലോസസ്റ്റ്. ഇനി എടുത്ത് ക്ലോസ് ആയി. ഇനി മറ്റേത്, ഇനി അടുത്ത സൂപ്പർലേറ്റീവ് ഡിഗ്രി പിടിക്കും. ക്ലോസസ്റ്റ്, അത് കഴിഞ്ഞിട്ട് എന്താണ് ക്ലോസസ്റ്റ്? അപ്പൊ നമ്മൾ എന്ത് പറയും? കമോൺ. അയ്യോ വേണ്ട, എനിക്ക് മനസ്സിലായി. വേണ്ട, ഞാൻ കണ്ടിരിക്കണം. ഓക്കെ, യെസ്. അപ്പോ ഹംദാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് അയ്യോ ഹംദാൻ അല്ല, ധ്യാൻ. എന്താണ് സർ? ധാൻ. എവിടെ വൈ എവിടെ? അപ്പൊ അത് ധാൻ അല്ലേ? ധാൻ കണ്ട, ധ്യാൻ ഉണ്ടെങ്കിൽ ഒരു വൈ വേണം. അപ്പൊ ഹംദാൻ ഉദ്ദേശിച്ചത് ക്ലോസസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സിന്, നമ്മുടെ ലൈഫിലുള്ള മെമ്പേഴ്സിന് നമ്മളിങ്ങനെ ലെറ്റർ എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻഫോർമൽ, അല്ലെങ്കിൽ ഹംദാന്റെ ഇതിൽ പറയുന്ന അൺഫോർമൽ ലെറ്റർ നമ്മൾ പറയുന്നത്. ഓക്കെ, അൺഫോർമൽ അല്ല, പക്ഷേ ഹംദാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹംദാൻ പറയുന്നത് ടീച്ചറെ ഫോർമൽ ഉണ്ട്, അൺഫോർമൽ ഉണ്ട്. ഓക്കെ, ഇൻഫോർമൽ ആണ്. ഓക്കെ, നോ ഇഷ്യൂസ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ 2 ലെറ്റർ ആണ്. അപ്പോൾ ഹംദാൻ പറഞ്ഞത് സോറി ധ്യാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഒന്ന് ഡാറ്റ ഉദ്ദേശിച്ച ആ ഒരു ക്ലോസസ്റ്റ് പേഴ്സൺ. ഓക്കെ, അവൻ വെള്ളമൊക്കെ കുടിക്കുകയാണ്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ചിന്തിക്കുകയാണ്, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആ സാധനം കമന്റ് ബോക്സിൽ ഇടണ്ടല്ലേ. ഓക്കെ, യെസ്. അപ്പോ ഇൻഫോർമൽ ലെറ്ററും ഫോർമൽ ലെറ്ററും നമ്മൾ നോക്കി. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫോർമൽ ലെറ്റർ ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫോർമൽ ലെറ്റർ ആണ്. എന്തായിരിക്കും ഫോർമൽ ലെറ്റർ? അപ്പോൾ യെസ്, അടുത്ത ആളെ വിളിച്ചു സർ, എന്താണ് ഫോർമൽ ലെറ്റേഴ്സ്? യെസ്, ഇസബൽ. എന്താണ് ഇസബലെ ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേ. വേറെ ആൾക്കാർ ലൈക്ക് എന്താ പറയാ, മാനേജേഴ്സ്, എഡിറ്റേഴ്സ്, ഒഫീഷ്യൽസിനൊക്കെ. വെരി ഗുഡ്. യെസ്, പ്രിൻസിപ്പൽ. ഇപ്പൊ നിങ്ങള് പ്രിൻസിപ്പള്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ പ്രിൻസിപ്പൾ ആണ്. അയ്യോ, നിങ്ങൾ രണ്ടു തന്നെയല്ലേ? സോറി. അതായത് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, സാറ് പ്രിൻസിപ്പൾ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ റെസ്പെക്റ്റഡ് സർ എന്ന് എഴുതും. അതേ സമയത്ത് പ്രിൻസിപ്പളിന് നമുക്ക് എഴുതാൻ പറ്റുമോ? എടാ മോനെ സുഖാണോ, അങ്ങനെ എഴുതാൻ പറ്റുമോ? ദാറ്റ് ഈസ് ക്വൈറ്റ് അബ്നോർമൽ അല്ലേ? അപ്പോൾ നമ്മൾ ഹയർ അതോറിറ്റീസിലുള്ള ആൾക്കാർക്ക് നമ്മൾ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് കൊടുത്തിട്ട് വേണം ഓരോ ലെറ്ററിലും നമ്മളത് മെൻഷൻ ചെയ്യാൻ വേണ്ടി. സോ അതാണ് ആ ഫോർമാലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഒഫീഷ്യൽ ടോൺ വരുമ്പോഴാണത് ഫോർമൽ ലെറ്റർ ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ സാർ പ്രിൻസിപ്പൾ വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ വരുന്നുണ്ട് വേറൊരു കാര്യം, ലെറ്ററിന്റെ ഫോർമാറ്റുകളിൽ വ്യത്യാസമുണ്ട്. ഇൻഫോർമൽ ലെറ്റർ ആയാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, ഫോർമൽ ലെറ്റർ ആയാൽ അതിന് അതിൻ്റെതായിട്ടുള്ള
ഫോർമാറ്റ് ഉണ്ട്. ആദ്യം തന്നെ ഞാൻ മാർക്കിംഗ് സ്കീം കാണിച്ചു തരാം ലെറ്റർ റൈറ്റിങ്ങിൻ്റെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഫോർമാറ്റിന് 1 മാർക്ക്, ഓക്കെ. കണ്ടന്റിന് 2 മാർക്ക്, ഓക്കെ. ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡിയാസ് പ്രോപ്പർ വേയിൽ, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ആ ഒരു രീതിക്ക് നമ്മൾ എല്ലാ ഐഡിയാസും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ ഉണ്ട് 1 മാർക്ക്. പിന്നെ ആക്യുറസി, എത്രത്തോളം നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതി അതിനുണ്ട് അടുത്ത 1 മാർക്ക്. സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്ട് കറക്റ്റ് വേർഡ് ഫോർമേഷനിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനും 1 മാർക്ക് കറക്റ്റ് ഉണ്ട്. ഫോർമാറ്റിന് 1 മാർക്കാണ്, സോ അത് തെറ്റിക്കരുത്, ഓക്കെ. അപ്പം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നമ്മുടെ ഫോർമൽ ലെറ്റർ, ഓക്കെ. ടൈപ്സ് ഓഫ് ലെറ്റർ നമ്മൾ നോക്കി. ഫോർമൽ ലെറ്ററിന് ടൈപ്സ് ഉണ്ട്. എഡിറ്ററിന് എഴുതാം. ഏറ്റവും കൂടുതൽ എഡിറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് അറ്റൻഡൻസ് നമ്മുടെ എക്സാമിന് കോമൺലി ചോദിക്കുന്നത് എഡിറ്ററിന്റെ ചോദ്യങ്ങളാണ് അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് അധികം തുടക്കത്തിന്റെ ലൈൻസ് കുറച്ചധികം നമുക്ക് എഴുതാം. ഇപ്പൊ ഞാൻ 10th ഞാൻ CBSE സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ ഞാൻ 2017 ഞാൻ 10th പാസ്സായത്. അപ്പൊ അന്ന് ഹിബ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ട്. സാറിന് കണക്കും അറിയില്ലേ? ഇത്രയും നാള് സഞ്ജയ് സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് മാത്സ് അറിയില്ല. വെരി ബാഡ്. ഹിബ ടീച്ചറിന്റെയും ക്ലാസ്സിൽ ഇരുന്നിട്ട് മാത്സ് അറിയില്ല. 24 ഞാൻ പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ 2001 ബോണാണ് സാർ. അപ്പൊ 24 ഹിബ അപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയില്ല. ഹിബ സത്യം പറഞ്ഞേ 2016-17 ബാച്ച് ആണ് ഞാൻ 10th, ഓക്കെ. അപ്പോൾ അന്ന് ടീച്ചർ പറഞ്ഞു തന്ന ആ ഒരു ലൈൻ അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ത്രൂ ദി എസ്റ്റീംഡ് ലൈൻസ് ഓഫ് യു ന്യൂസ് പേപ്പർ ഐ വുഡ് ലൈക്ക് ടു ഗ്രാബ് ദി അറ്റൻഷൻ ഓഫ് ദ റീഡേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനത്തെ ലൈനുകളൊക്കെ സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ ഒന്ന് അറ്റാണിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? കണ്ടാൽ തോന്നില്ല. കുറച്ചും കൂടെ പ്രായം തോന്നുന്നല്ലോ ഉദ്ദേശിച്ചത്. നോ, ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓപ്പണിംഗ് ലൈൻസ് ഒക്കെ എപ്പോഴും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് കൊടുത്താൽ അത് വായിക്കുന്ന ആൾക്ക് ചിലപ്പോൾ തോന്നിപ്പോവാം ഷീ നോസ് ഹൗ ടു റൈറ്റ്, ഓർഗനൈസ് ചെയ്യാൻ അറിയാം എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തും, ഓക്കെ. സോ അത് കറക്റ്റ് ആയിട്ട് നോക്കുക. ലെറ്റർ ടു എഡിറ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യവും അത് തന്നെയാണ്. മനസ്സിലാക്കേണ്ടത് എന്താണ്, നമുക്കിതുപോലെ കുറേ ലൈൻസുകൾ യൂസ് ചെയ്യാം. എഡിറ്റർ ആവുമ്പോൾ എന്താണ്, ന്യൂസ് പേപ്പർ എഡിറ്റ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ത്, ന്യൂസ് പേപ്പർ എഡിറ്റർ എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പർ കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരാളാണ്. സോ അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം ന്യൂസ് പേപ്പർ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യണം എന്താ അവരുടെ ന്യൂസുകളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഇവര് ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് എലാബറേറ്റ് ചെയ്ത് അത് ആ ന്യൂസ് പേപ്പറിലൂടെ പറയുമ്പോഴാണ് എന്താകുന്നത്, കറക്റ്റ് ആക്യുറേറ്റ് ആകുന്നത്, ഓക്കെ. സോ ടൈപ്സ് ഓഫ് ഫോർമൽ ലെറ്ററിൽ എഡിറ്റർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് CBSEയിൽ ചോദിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് അത് തന്നെയാണ് ചോദിക്കാറ്. എൻ്റെ ബാച്ച് തുടങ്ങി ന്യൂസ് പേപ്പർ ലെറ്റർ ടു എഡിറ്റർ തന്നെയാണ്. ഇപ്പം എൻ്റെ അനിയത്തി ലാസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ അവളും ലെറ്റർ ടു എഡിറ്റർ തന്നെയായിരുന്നു അവൾക്കും വന്നത്, ഓക്കെ. സോ ഐ തിങ്ക് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ലെറ്റർ ടു എഡിറ്റർ ആണ്. നമുക്ക് ഈ ലെറ്റർ ടു എഡിറ്ററിലും ബാക്കി എല്ലാത്തിനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എഡിറ്റർ എന്ന സ്ഥലത്ത് നമ്മൾ ദ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ദ മാനേജർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ഇല്ല. ഒരു ഫോർമൽ ലെറ്ററിന്റെ പാർട്സുകളാണ് ഇതൊക്കെ. കറക്റ്റ് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, സെൻഡേഴ്സ് അഡ്രസ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, റിസീവേഴ്സ് അഡ്രസ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, സാല്യൂട്ടേഷൻ ഉണ്ട്, ബോഡി ഓഫ് ദി ലെറ്റർ. അഗെയിൻ നമ്മളതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻട്രോ പാരഗ്രാഫ് ഉണ്ടാകും, ഓക്കെ, മാറ്റർ പാരഗ്രാഫ് ഉണ്ടാകും, അതുപോലെ തന്നെ കൺക്ലൂഷൻ പാരഗ്രാഫ് ഉണ്ടാകും, ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ബോഡി ഓഫ് ദി ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യണം. കോംപ്ലിമെൻ്ററി ക്ലോസ്, ഓക്കെ, കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ് നമുക്കിവിടെ വേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യോഴ്സ് സിൻസിയർലി, അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും അടിയിലാണ്. ആൻഡ് ടുവേർഡ്സ് അല്ല സിഗ്നേച്ചർ. സിഗ്നേച്ചറിന് പകരം നമ്മൾ കൊടുക്കുന്ന ഒരു സിമ്പിളാണ് SD. SD എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്തു എന്നുള്ള ഇൻഡിക്കേഷൻ ആണ്. ഒരിക്കലും നമ്മൾ അവിടെ പോയിട്ട് ആവശ്യമില്ലാണ്ട് സൈൻ ചെയ്യേണ്ട കാര്യമില്ല. ആവശ്യമില്ലാണ്ട് നമ്മൾ സൈൻ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ്ലി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുക. സിഗ്നേച്ചർ ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊക്കെ സിഗ്നേച്ചർ ഇട്ട് വെക്കരുത്, ദാറ്റ് ഇസ് റോങ്, ഓക്കെ. SD എന്ന് കൊടുക്കുക. കോംപ്ലിമെൻ്ററി ക്ലോസ് കഴിഞ്ഞിട്ട് SD എന്ന് കൊടുത്താൽ മതി, ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്, ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിലും ഒരാഴ്ച ഓക്കെ ആണ്, പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെറ്റർ നോക്കാം. സോ എല്ലാവരും വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം കേട്ടോ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി ഓരോ സ്റ്റെപ്സ്, ഇത് സ്റ്റെപ്സ് ആണ് ആക്ച്വലി, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക, ഇത് സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഓരോ സ്റ്റെപ്സും എങ്ങനെ എഴുതണം എന്ന് നമുക്ക് നോക്കാം. ഓരോ സ്റ്റെപ്സും എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം.
ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പോൾ ഏറ്റവും ആദ്യം സെൻഡേഴ്സ് അഡ്രസ്. ഓക്കെ, എന്ത് വേണമെങ്കിലും എഴുതാം, നോ ഇഷ്യൂസ്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ നോട്ട് മെൻഷനിങ് യുവർ നെയിം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബിക്കോസ് അത് ചില CBSE റാൻഡംലി ചെക്ക് ചെയ്യും, അതിനകത്ത് കുട്ടികൾ എന്തെങ്കിലും അവരുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ പേപ്പർ അടക്കം ക്യാൻസൽ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഒരു കാരണവശാലും നിങ്ങളുടെ പേര് നിങ്ങൾ ആഡ് ചെയ്യരുത്. ഓക്കെ, ആൻഡ് വേറെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അഡ്രസ്സിൽ. ഓക്കെ, ഹൗസ് നമ്പർ ഇഷ്ടമുള്ളത് എഴുതാം, ഫ്ലാറ്റ് നമ്പർ ഇഷ്ടമുള്ളത് കൊടുക്കാം, സ്ട്രീറ്റ് ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇറ്റ്സ് ഓൾ അപ് ടു യു. പക്ഷെ നമുക്ക് ആകെ വേണ്ടത് എന്താണ്? ഓക്കെ, പക്ഷെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സെൻഡേഴ്സ് അഡ്രസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഓരോ ലൈൻസ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അവസാനം ഒരു കോമ മാർക്ക് ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് അത് എഴുതി പോകാൻ പറ്റും. ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് മാത്രം ഒരു കോമ മാർക്ക് ഇട്ടാൽ മതി. എപ്പോഴും ഒരു കോമ മാർക്ക് നമ്മൾ ഓരോ ലൈൻസിന് ശേഷം ഇടേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കുന്നത് ഫോർമാറ്റ് ആണ്. അശ്വിന ഓക്കെ ആണോ? അശ്വിനെ അപ്പൊ ഫോർമാറ്റ് നോക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓരോ ഫോർമാറ്റിൽ വരുന്ന കണ്ടന്റ് നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണേന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർ ആയിട്ട് തന്നെ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെൻഡേഴ്സ് അഡ്രസ് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഡാറ്റ അടിച്ച സെൻഡേഴ്സ് അഡ്രസ്സിൽ. ഓക്കെ, നമുക്ക് 3 ലൈൻസിലാണ് അഡ്രസ്സ് എഴുതേണ്ടത്. അവിടെ നമ്മൾ ഇഷ്ടമുള്ള പിൻകോഡ് കൊടുക്കാം. ഒരാളും ചെക്ക് ചെയ്യില്ല 1 2 3 4 5 6 എന്നുള്ളത് കറക്റ്റ് പിൻകോഡ് ആണോ അല്ലേ എന്ന്. നോ വൺ ഈസ് ഗോയിങ് ടു ചെക്ക്. ഇഷ്ടമുള്ളത് കൊടുക്കാം, നോ ഇഷ്യൂസ്. ഓക്കെ, ഇനി അടുത്തത് ഡേറ്റ് ആണ്. അടുത്തത് അപ്പോൾ ഡേറ്റിൽ നമുക്ക് നോക്കാം. ഒരിക്കലും ഇങ്ങനെ ഡേറ്റ് എഴുതരുത്. ഓക്കെ, ഒരിക്കലും ഇങ്ങനെ ഡേറ്റ് എഴുതരുത്, തെറ്റാണ്. ഡേറ്റിന് അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്. 15th January 2026 കറക്റ്റായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ January 15, 2026. ഓക്കെ, എന്തെങ്കിലും ചില കേസുകളിൽ വേദല്ലേ സർ? ചില കേസുകളിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും, ചില കേസുകളിൽ ഉണ്ടാവാണ്ടും ഇരിക്കും. അപ്പോൾ ഉണ്ടാവാണ്ട് വരുന്ന കേസിൽ എങ്ങനെ അത് കൺസിഡർ ചെയ്യണമെന്നാണ് ആദ്യം പറഞ്ഞ് തന്നത്. ഓക്കെ, ബ്ലൈൻഡ് ആയി. അതെ. ഓക്കെ, ബിക്കോസ് ഇതിൽ പേരുകൾ വളരെ ചെറുതായിട്ടാണ് കാണുന്നതാണ് മെയിൻ റീസൺ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. 26 September 2001. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ അബ്രിവേഷൻസ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ നമ്മളൊരു ഇതിന് ജാൻ, ഫെബ്, ഡെക്, നവ് ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇതൊക്കെ തെറ്റാണ്. ഇതൊന്നും നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള മന്തുകൾ വിത്തൗട്ട് എനി അബ്രിവേറ്റഡ് ഫോം എഴുതുക. ജാനുവരി ആണെങ്കിൽ ജാനുവരി, ഫെബ്രുവരി ആണെങ്കിൽ ഫെബ്രുവരി. സോ അങ്ങനെ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. ഇപ്പൊ പറഞ്ഞ കാര്യം, ഡേറ്റിന്റെ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ, ഇനി റിസീവേഴ്സ് അഡ്രസ്. ഓക്കെ, വീണ്ടും അഗെയിൻ ദി എഡിറ്റർ. പ്രിൻസിപ്പൽ ആണെങ്കിൽ ദ പ്രിൻസിപ്പൽ. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ദ പ്രിൻസിപ്പൽ, സ്കൂളിന്റെ പേര് എഴുതുക, സ്ഥലം എഴുതുക, പിൻകോഡ് എഴുതുക. ഓക്കെ, അപ്പോ അശ്വിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓക്കെ, AI അല്ലേ? അതാരാണത്? എന്ത് AI അല്ലേ? അയ്യോ അല്ല. അപ്പോൾ റിസീവേഴ്സ് അഡ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ദി എഡിറ്റർ, ടൈംസ് ഓഫ് ഇന്ത്യ, ന്യൂഡൽഹി 110001. ഇറ്റ്സ് അപ് ടു യു. എന്ത് വേണമെങ്കിലും കൊടുക്കാം. പിൻകോഡ് ഞാൻ പറഞ്ഞു, അതങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. റിസീവേഴ്സ് അഡ്രസ്സിൽ ഒഫീഷ്യൽ ലെറ്ററിൽ നമ്മൾ ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മൾ അതോറിറ്റീനെ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, അതോറിറ്റീനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ റിസീവേഴ്സ് അഡ്രസ്സ് പ്രോപ്പറായിട്ട് എഴുതേണ്ടത്. റിസീവേഴ്സ് അഡ്രസ്സ് കഴിഞ്ഞ് അടുത്ത വരുന്ന കാര്യമാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. തന്നിഷ്ടം വേണ്ട.
നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്കറിയാം എന്ത് ഇഷ്യൂ ആണ് നമ്മൾ ഇന്ന ആൾ അറിയിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. സോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആ സബ്ജക്റ്റ് ഏറ്റവും പ്രിസൈസ് മാനറിൽ, ഏറ്റവും കൺസൈസ് മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ചുരുക്കിയിട്ട് വേണം സബ്ജക്റ്റിൽ എഴുതി ചേർക്കാനായിട്ട്. ഒരൊറ്റ ശ്രദ്ധിക്കാട്ടാ, ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഒരൊറ്റ ലൈനിൽ നമുക്ക് ആ സബ്ജക്റ്റ് തീർക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ ഇഷ്യൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ടു ഡിസ്കസ് അബൌട്ട് ദി വാട്ടർ ഇഷ്യൂസ് മതി. അല്ലാണ്ട് നമ്മൾ പറയരുത് ഇൻ നാഗർകോയിൽ വില്ലേജ് ദർ ഇസ് എ വെരി ബിഗ് വാട്ടർ ഇഷ്യൂസ് ദാറ്റ് ഇസ് ബീൻ ഹാപ്പനിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും എഴുതേണ്ട കാര്യം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്ററിൽ കറക്റ്റ് ആയിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. പക്ഷേ സബ്ജക്റ്റ് എഴുതുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, അതിനെ ബ്രീഫ് ആൻഡ് കൺസൈസ് ആക്കണം ആസ് പോസിബിൾ. ഓക്കെ, കൺസേൺ അബൌട്ട് വാട്ടർ ഇഷ്യൂസ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരൊറ്റ ലൈനിൽ എന്ത് ചെയ്യാം, അതിനെ തീർക്കാം. ക്ലിയർ ആണെങ്കിലും ഒന്ന് ഡാറ്റ കാണിച്ചാൽ പറഞ്ഞ കാര്യം ക്ലിയർ ആണ്, സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിലും ഒന്ന് ഡാറ്റ കാണിച്ച്. യെസ്. ഇനി അടുത്തതാണ് സാല്യൂട്ടേഷൻ. റെസ്പെക്റ്റഡ് സർ, ഡിയർ സർ, ഡിയർ മാം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. സർ മാം എന്ന് മാത്രം കൊടുക്കരുത്, വി ഷുഡ് റെസ്പെക്ട് ദാറ്റ് പേഴ്സൺ. ഓക്കെ, ഇപ്പൊ ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ലെങ്കിൽ സർ എന്ന് കൊടുക്കുക, അത് രണ്ട് ജെൻഡറിനും ആപ്റ്റ് ആണ്. ഓക്കെ, മാഡം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ മൈൻഡ് സെറ്റ് ആണ്. എന്താണ്, മാം എന്ന് പറയുന്നത് നമ്മൾ ഫീമെയിൽസിനെയാണ്. പക്ഷേ സർ എന്ന് പറയുന്നതിന് അങ്ങനത്തെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഇല്ല. അത് നമുക്ക് മെയിൽസിന് വേണ്ടിയും യൂസ് ചെയ്യാം, നമുക്കത് ഫീമെയിൽസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ സാലുട്ടേഷൻ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ഗ്രീറ്റിംഗ് ടു ദ പേഴ്സൺ ഹൂം ലെറ്റർ ഇസ് അഡ്രസ്ഡ്. ഓക്കെ, അതൊരു ഗ്രീറ്റിംഗ് ആണ്. സർ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ റെസ്പെക്റ്റഡ് സർ, പ്ലീസ് സർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, അദ്ദേഹത്തിനൊന്ന് ഗ്രീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ അഡ്രസ്സിലോട്ട് പോകാൻ വേണ്ടി. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എഴുതുമ്പോൾ ജെൻഡർ മൈൻഡിൽ ഓർത്ത് വെക്കുക. ചില കേസുകളിൽ എന്താണ്, ചില കേസുകളിൽ ഓക്കെ, ഞാൻ റെസ്പെക്റ്റഡ് അല്ലേ പറയാം, റെസ്പെക്റ്റഡ്, യൂസ് റെസ്പെക്റ്റഡ്. ഓക്കെ, റെസ്പെക്റ്റഡ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ ആയിട്ട് അദ്ദേഹത്തിനെ ഗ്രീറ്റ് ചെയ്താൽ മതി, സ്പെസിഫിക് ആയിട്ടുള്ള വേറൊന്നും വേണ്ട. ചില കേസുകളിൽ ആ ചെയർമാൻ അല്ലെങ്കിൽ ആ എഡിറ്ററിന്റെ പേരുണ്ടാകും. അപ്പോൾ ആ പേര് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെൻഡർ അക്കോർഡിംഗ് ടു ദ ജെൻഡർ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇനി ഏറ്റവും നെക്സ്റ്റ് ആണ് ബോഡി ഓഫ് ദി ലെറ്റർ. ഓക്കെ, ബോഡി ഓഫ് ദി ലെറ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ഇൻഫർമേഷൻസ് ആണ്. എന്താണോ ആ എഴുതുന്ന റൈറ്റർ, എന്ത് ഐഡിയാസ് ആണോ ഇൻഫോം ചെയ്യാനുള്ളത്, അതിനെ നമ്മൾ മൂന്നാക്കി സ്പ്ലിറ്റ് ചെയ്യണം. ആ ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, 3 ഓർഡേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഒന്നാമത്തേതാണ് ഇൻട്രൊഡക്ടറി. ഓക്കെ, ഒന്നാമത്തേതാണ് ഇൻട്രൊഡക്ടറി. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് പേർപ്പസ് വെച്ചിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്, എന്ത് പേർപ്പസ് ആണ്, വെറുതെ ലെറ്റർ നമ്മൾ എഴുതിയത്, ദർ വിൽ ബി എ കൺസേൺ പേർപ്പസ്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്താ ചെയ്യണം, നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു എന്താണോ പേർപ്പസ് അത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. ഇനി അടുത്താണ് ഇൻഫോർമേറ്റീവ് പാരഗ്രാഫ്. അതിൽ വേറൊന്നുമില്ല, ഗിവ്സ് ഡീറ്റെയിൽ ഓഫ് ദി പ്രോബ്ലം, എന്താണ് പ്രശ്നം, അതിൻ്റെ ഡീറ്റെയിലിംഗ്, അതിൻ്റെ കോസ്, അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പോസിബിൾ സൊല്യൂഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു നെക്സ്റ്റ് മാറ്റർ പാരഗ്രാഫിൽ, ഇൻഫോർമേറ്റീവ് പാരഗ്രാഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും അവസാനം വി ഹാവ് കൺക്ലൂഡിംഗ് പാരഗ്രാഫ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് സ്റ്റേറ്റ്സ് യുവർ ഹോപ്സ്, കമന്റ്സ്, റിക്വസ്റ്റ്, സജഷൻസ് ഓർ എഡിറ്റർ മേ ബി പ്രസന്റഡ് ടു പബ്ലിഷ് യുവർ ലെറ്റർ. നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാൻ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ഫ്രേസ് through the esteemed lines of your newspapers, അല്ലെങ്കിൽ through the esteemed lines of your newspaper, I would like to grab the attention of the readers to this social issue എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ നമ്മൾ തുടങ്ങിയാണ്, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻഫോം യു ദാറ്റ് ദർ ഇസ് എ വെരി ബിഗ് വാട്ടർ സ്കേഴ്സിറ്റി ഇൻ മൈ വില്ലേജ്, ദ പീപ്പിൾ ആർ സഫറിങ് സോ മച്ച് എന്ന് പറഞ്ഞ് എഴുതുന്നതിൽ നല്ലത് നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ പറയാം, യെസ്, നിങ്ങളുടെ ആ ഒരു ലെറ്ററിൽ നിന്ന്, നിങ്ങളുടെ ഈ ഒരു ന്യൂസ്പേപ്പറിലൂടെ ഐ വോണ്ട് ടു ഗ്രാബ് ദി അറ്റൻഷൻ ഓഫ് ദി പീപ്പിൾ ഹു ആർ റീഡിംഗ് ദിസ് ആൻഡ് ഐ വോണ്ട് ദം ടു നോ ദാറ്റ് ദർ ആർ മെനി അതർ പീപ്പിൾ ഹു ഇസ് സഫറിങ്. ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് മറ്റൊരാളെ അറിയിക്കാനുള്ള ഒരു ആഗ്രഹം, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സബ്ജക്റ്റ്, ഹൗ മെനി ലൈൻസ്, 1. ഒരൊറ്റ ലൈനിൽ കംപ്ലീറ്റ് ചെയ്യുക. ചില വാക്കുകൾ ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ഇവിടെ മിസ്സാവും, നമുക്ക് അടിയിൽ എടുത്തെഴുതാം. എന്ന് പറഞ്ഞാൽ 2 ലൈൻസ് എഴുതാൻ പറ്റില്ല, 1.5 മാക്സിമം, അതിൽ കൂടുതൽ ലൈൻ പോകരുത്. ഓക്കെ,
ഇനി അടുത്തതാണ് കോംപ്ലിമെന്ററി ക്ലോസ്. ഓക്കെ, കോംപ്ലിമെന്ററി ക്ലോസിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ഇതിൽ ഏതാണ് കറക്റ്റ്? യെസ്, ഒരാളെ വിളിച്ചേ സർ. യെസ്, വിളിച്ചോളൂ സർ. യെസ്, ദേവനന്ദ. ഇതിൽ ഏതാണ് ദേവനന്ദ കറക്റ്റ്? 1, 2, 3 ഏതാണ് ഇതിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് വൺ, യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി. വെരി ഗുഡ്. ആദ്യത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത്. ബിക്കോസ് യുവേഴ്സിന് ദർ ഇസ് നോ അപ്പോസ്ട്രോഫി എസ്. നമ്മൾ ഡയറക്റ്റ് ആണ് അവിടെ എഴുതുന്നത്. നമ്മൾ കോമൺലി പണ്ട് കാണുമ്പോൾ തുടങ്ങി, ഞാനൊക്കെ പണ്ടേ തുടങ്ങി അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ യൂസേജ് ചെയ്തത് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി റോങ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഓക്കെ, സോ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്തത് യുവേഴ്സ് ഫസ്റ്റത്തെ. പിന്നെ ഇപ്പൊ നമ്മൾ നോക്കും എന്തുകൊണ്ട് ഇതായില്ല? എഫ് ക്യാപിറ്റൽ ആയിക്കൂടായിരുന്നോ? നോ, ഫെയ്ത്ത്ഫുള്ളി. നമുക്കൊരു റൂൾ ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് റൂളുകൾ എന്താണ്? ഇംഗ്ലീഷിന്റെ സ്റ്റേറ്റ്മെന്റ് റൂൾ പറയുന്നത് ഫസ്റ്റ് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വേർഡ് മാത്രമേ എന്താവാൻ പാടുള്ളൂ? ഫസ്റ്റ് വേർഡ് മാത്രമേ കറക്റ്റ് ആയിട്ട് എന്താവാൻ പാടുള്ളൂ? പ്രോപ്പർലി ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിലാവാൻ പാടുള്ളൂ. പിന്നീടുള്ള എല്ലാ വാക്കുകളും ഇറ്റ് ഷുഡ് ബി ഇൻ സ്മോൾ ലെറ്റർ. അൺടിൽ ആൻഡ് അൺലെസ് അടുത്ത ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ എഴുതുന്ന വരെ നമ്മൾ അങ്ങനെ വേണം ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി. പ്രോപ്പർ നൗൺസ് വന്നാൽ ദ കേസ് ഇസ് ഡിഫറെന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ബോഡി ഓഫ് ദി ലെറ്റർ കോംപ്ലിമെന്ററി ക്ലോസിൽ നമുക്ക് ഇഷ്ടം യോഴ്സ് ട്രൂലി അത് എഴുതാനായി കുറച്ചുകൂടെ നല്ലത്. ബിക്കോസ് എഡിറ്ററിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള കോംപ്ലിമെന്ററി ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? യുവേഴ്സ് ട്രൂലി ആണ്. യുവേഴ്സ് ട്രൂലി ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തതിലോട്ട് പോകുമ്പോൾ സിഗ്നേച്ചർ. സിഗ്നേച്ചറിന് പകരം നമുക്ക് അവിടെ നെയിം കൊടുത്താലും മതി. സിഗ്നേച്ചർ വേണ്ട, നമുക്കവിടെ നെയിം കൊടുക്കാം. പേര് കൊടുക്കണമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊന്ന് എഴുതിയെടുക്കാട്ടെ എല്ലാവരും. ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുന്നത് ആദ്യത്തെ പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് അടുത്ത സ്ലൈഡിൽ കാണിക്കാം. അപ്പൊ ഈ ഒരു ആദ്യത്തെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒന്ന് എഴുതിയെടുത്ത് എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ പ്ലീസ്. ഓക്കെ, ഇതേ ഓർഡറിൽ തന്നെ വേണം എഴുതാൻ വേണ്ടി. ഒരിക്കലും റിസീവേഴ്സ് അഡ്രസ് എന്ന് പറഞ്ഞ് എഴുതരുത്. ഇത് റിസീവേഴ്സ് അഡ്രസ്സിന്റെ സ്പേസ് ആണെന്നുള്ള ഇൻഡിക്കേഷൻ ആണ് കേട്ടോ. അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ സെൻഡേഴ്സ് അഡ്രസ് എഴുതി കോമ മാർക്ക് ഇട്ട് അഡ്രസ് എഴുതുക. നോ, യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദി അഡ്രസ് ബിക്കോസ് അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം കിടക്കുന്ന അഡ്രസ്സ് ലെറ്റർ അയച്ച ആളുടെയും അവസാനം കിടക്കുന്ന അഡ്രസ്സ് ആരാണ് ലെറ്റർ റിസീവ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെയും ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ സർ, അവർ എഴുതിക്കോട്ടെ. അപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ സ്ലൈഡ് മാറ്റും. അപ്പോൾ നിങ്ങൾ അതും കൂടെ എഴുതിയിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് പോകാം. ഓക്കെ സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തതിലോട്ട് പോവാം. ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞാല് ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇപ്പൊ നമ്മൾ സ്റ്റെപ്പുകൾ പറഞ്ഞു. എന്താണ്? സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്, സബ്ജക്റ്റ്, പിന്നെ ദെൻ ആദിത്യ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, നീ ടെൻഷൻ അടിക്കല്ലേ. ആദിത്യന് സ്ട്രെസ് ആവണ്ടല്ലേ ആദിത്യ? ആദിത്യ ശരത്തല്ലേ സാർ? അത് എന്താ കൈയൊക്കെ വെച്ച കൈ കുടിഞ്ഞു പോകും കുട്ട. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. സാല്യൂട്ടേഷൻ കഴിഞ്ഞ് ബോഡി ഓഫ് ദ ലെറ്റർ, ദെൻ കോംപ്ലിമെന്ററി ക്ലോസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നെയിം വന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യം കഴിയുമ്പോഴും ഓരോ ലൈൻ വിടുക. അതായത് സെൻഡേഴ്സ് അഡ്രസ് എഴുതി ലീവ് 1 ലൈൻ, ഡേറ്റ് എഴുതി അടുത്തൊരു വരി വിടുക, അടുത്ത കാര്യം റിസീവേഴ്സ് അഡ്രസ് എഴുതി ലൈൻ വിടുക, അത് കഴിഞ്ഞിട്ട് സാല്യൂട്ടേഷൻ എഴുതി ലൈൻ വിടരുത്. നെക്സ്റ്റ് ലൈനിൽ തന്നെ നമ്മൾ എഴുതി സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ചില കേസുകളിൽ നമ്മളിവിടെ എഴുതുകയാണ് റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് സർ എന്ന് എഴുതിയിട്ട് നിങ്ങൾ എവിടെ നിന്നാ ലെറ്റർ എഴുതണം സ്റ്റാർട്ട് ചെയ്യണം? സത്യം പറഞ്ഞേ, ഇവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ?
1 2 1 എന്ന് പറയുന്നവരൊക്കെ ചാച്ച കാണിക്കുക. 2 എന്ന് കാണിക്കുന്നവരൊക്കെ 2 തമ്പും സ്ക്രീനിൽ കാണിക്കുക. യെസ്. ഒരിക്കലും ആ തെറ്റിനെ റിപ്പീറ്റ് ചെയ്യരുത്. എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് പൊതുവെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് റെസ്പെക്റ്റഡ് സർ എവിടെ തീരുന്നു അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോ, എപ്പോഴും നമ്മൾ ഈ ഒരു കോർണറിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങരുത്. ദിസ് ഇസ് റോങ്. എപ്പോഴും നമ്മൾ ഈ 2 എന്ന് പറഞ്ഞ എഴുതിയ പൊസിഷനിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടി. അതായത് റൈറ്റ് ആഫ്റ്റർ ദ റെസ്പെക്റ്റഡ് സർ, റൈറ്റ് ബിലോ ദ റെസ്പെക്റ്റഡ് സർ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ റെസ്പെക്റ്റഡ് സർ അല്ല, റൈറ്റ് ബിലോ റെസ്പെക്റ്റഡ് സർ വി ഷുഡ് സ്റ്റാർട്ട് അവർ കണ്ടന്റ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ച്. എന്നിട്ടും ചില കേസുകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ റെസ്പെക്റ്റഡ് സർ കഴിഞ്ഞു, നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി. ഇനി ബോഡി ഇങ്ങനെ എഴുതുന്നവരൊക്കെ ഒന്ന് ഡാറ്റ കാണിച്ച്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ അതേ പോയിന്റിന്റെ അടുത്ത ലൈനിൽ നിന്ന് ഇങ്ങനെ, അതായത് ഇവിടെ നിന്നല്ല ഇല്ലേ, അത് എഴുതുന്ന കണ്ടന്റ് ആണ് സർ. അതെനിക്ക് എല്ലാവരും ഇപ്പൊ എഴുതാൻ പറ്റില്ലല്ലോ. ഓക്കെ, സോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അപ്പൊ എപ്പോഴും നമ്മൾ അതിപ്പോ കണ്ടന്റ് എഴുതി ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞിട്ടും നമുക്ക് സ്ഥലമുണ്ട് അടിയിൽ എഴുതരുത്. ഓക്കെ, അതും നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും കണ്ടന്റ് നമ്മൾ പാരഗ്രാഫ് തിരിക്കും അങ്ങനത്തെ തെറ്റുകൾ ചെയ്യാറുണ്ട്, പക്ഷെ അത് വളരെ വലിയൊരു തെറ്റാണ്. ഓക്കെ, അത് ഇൻവിജിലേറ്റേഴ്സ് നോക്കും. അത് ഓർഗനൈസേഷനിൽ വരുന്ന ഒരു ക്വാളിറ്റിയാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇപ്പൊ നിങ്ങൾ അത് നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായെങ്കിലും ഡാറ്റ കാണിച്ച്, ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായെങ്കിലും ഇപ്പൊ ഇവിടെ ഒന്നുമില്ലല്ലോ. ഇപ്പൊ ഇത് മൊഡാൽസിൽ നമ്മൾ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സെന്റൻസ് തീർന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് ചെയ്യരുത്. എപ്പോഴും നമ്മൾ പുതിയ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരു പുതിയ ലൈനിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ, നമുക്ക് നിർത്താം, മതി എങ്കിലും ഒന്ന് ഡാറ്റ കാണിച്ചേ. ബാക്കി നാളെ. ഇനി വയ്യ, ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. മാത്സ് പഠിച്ചു, മാത്സ് എഴുതി, വന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നു. നല്ലൊരു എനർജറ്റിക് ടാറ്റ തന്നാൽ ഞാൻ വേണമെങ്കിൽ നിർത്താം, അല്ലേ സർ? നോക്കട്ടെ, മാക്സിമം നല്ലൊരു ടാറ്റ തന്നെ. ഓ ദേവിക, ഹംദാന് ടാറ്റ പോരാ, ഹംദാൻ നല്ല ടാറ്റ കാണിച്ച് തരാം. ഇൻട്രോ കഴിഞ്ഞ് ലൈൻ വിടണം. യു ക്യാൻ കണ്ടിന്യൂ റൈറ്റിംഗ്. പക്ഷേ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ 2 ലൈൻ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പുതിയ ലൈനിൽ നിന്ന് വേണം ബോഡി ഓഫ് ദ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും ഒരു പാരഗ്രാഫിൽ കുത്തി നിറച്ച് എഴുതരുത്. ദി ഇൻവിജിലേറ്റർ ഷുഡ് ഐഡന്റിഫൈ യെസ്, ഇത് ഇൻട്രൊഡക്ഷൻ ആണ്, ഇത് ബോഡി ഓഫ് ദ ലെറ്റർ ആണ്, ഇത് കൺക്ലൂഷൻ ആണ് എന്നുള്ളൊരു ഐഡിയ എന്ത് വേണം, കറക്റ്റായിട്ട് നമ്മുടെ ഇൻവിജിലേറ്ററിന് കൊടുക്കണം. എല്ലാത്തിൻ്റെ എക്സാമ്പിൾ ലാസ്റ്റ് ഡേ കാണിച്ചു തരാം. എങ്ങനെ എഴുതണം, എങ്ങനെ പ്രോപ്പറായിട്ട് ഐഡിയാസിന് അറേഞ്ച് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഐ എം റിയലി സോറി ഇന്ന് ക്ലാസ് വെച്ചേന്. ഓക്കെ, ബിക്കോസ് ഐ നോ നിങ്ങൾ മോർണിംഗ് തുടങ്ങി ഭയങ്കര അധികം സ്ട്രഗിൾ ചെയ്ത് മാത്സ് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, കുറച്ചും കൂടെ മുമ്പ് നിർത്തേണ്ടതായിരുന്നു. ആൻഡ് ദാറ്റ്സ് ടോട്ടലി മൈ ഫോൾട്ട്. ലെറ്റർ ടു ദി എഡിറ്റർ തീർത്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ, അതായത് ദ വെരി നെക്സ്റ്റ് ഡേ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചാച്ച, ബൈ ബൈ, സി യു.